ബഹുമാനപ്പെട്ട ഭക്തജനങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഔഷധക്കഞ്ഞിയൊക്കെ കുടിച്ച് എല്ലാവരുടെയും ആരോഗ്യം ഒക്കെ നന്നായി നോക്കി നടത്തുന്നുണ്ട് എന്ന് വിചാരിക്കാം അല്ലേ? ഇപ്പം ഔഷധക്കഞ്ഞിയുടെ ഒരു കച്ചവട കാലമാണ്. ആമുഖപ്രഭാഷകൻ പറഞ്ഞതുപോലെ രാമായണത്തിലെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളായിരിക്കും ഞാൻ പറയുക എന്നാണ് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. രാമായണം അങ്ങനെ മൊത്തം എടുത്തു നോക്കിയാൽ അദ്ദേഹം പറഞ്ഞതുപോലെ മൃതസഞ്ജീവിനിയെ പറ്റിയിട്ടൊക്കെ കുറേ പറയുന്നുണ്ട്, കുറേ ഫലമൂലാദികളൊക്കെ കുറേ പറയുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ഇന്നൊന്നും പ്രാക്ടിക്കലായ പ്രായോഗികമായ കാര്യങ്ങളല്ല. ദശരഥൻ മരിച്ചപ്പോൾ ദശരഥൻ്റെ മൃതദേഹം തൈലം നല്ലെണ്ണ നിറച്ച ഒരു തോണിയിൽ ഇട്ടുവെച്ചു ഭരതൻ, രാമൻ വരുവാണെങ്കിൽ ഒന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ശവം, ഡെഡ് ബോഡിയുടെ പ്രിസർവേഷൻ്റെ ഒരു തത്വം അതിനകത്ത് കാണുന്നുണ്ട്. ഇങ്ങനെ ചില്ലറയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മാത്രമാണ് അവിടെ രാമായണത്തിലൊക്കെ പൊതുവെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കണം. അതിനേക്കാൾ കൂടുതൽ തത്വങ്ങൾ നമുക്ക് മഹാഭാരതത്തിലൊക്കെ കാണാൻ പറ്റും. അതവിടെ ഇരിക്കട്ടെ. നമ്മളിപ്പോൾ രാമായണം വായിച്ചു, ഭാഗവതം 7 ദിവസത്തെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ നമ്മളൊരു പ്രത്യേക വിശ്വാസത്തിൽ ജീവിച്ചു വളർന്നവരാണ്, വിശ്വസിക്കുന്നവരാണ്. അപ്പം നമുക്കൊക്കെ ഈ ഒരു വിശ്വാസത്തിൽ തുടരാനും നമ്മളെ കുട്ടികൾക്ക്, വരുന്ന തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കാനുമൊക്കെ നമുക്കൊരു ആരോഗ്യം ആവശ്യമല്ലേ? പുരുഷാർത്ഥങ്ങളിൽ ധർമാർത്ഥ കാമ മോക്ഷമാണ് പുരുഷാർത്ഥങ്ങൾ. ഇതിൽ ഭൗതികമായ ജീവിതത്തിൽ നമ്മളെ ഡ്യൂട്ടി, ധർമ്മങ്ങൾ ചെയ്യുക, നമ്മളെ ആഗ്രഹങ്ങൾ സഫലമാക്കുക, നമുക്ക് വേണ്ട ധനാദികളായിരിക്കുന്ന ഇതൊക്കെ സമ്പാദിക്കുക, ഈശ്വരീയമായ, ആത്മീയമായ, ആധ്യാത്മികമായ കാര്യങ്ങൾ നേടിയെടുക്കുക. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ ഒരു കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം, ആരോഗ്യമാണ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് വ്യക്തികൾ പല രോഗങ്ങൾ ബാധിച്ച്, അലോപ്പതി ഗുളികയായാലും ശരി, ആയുർവേദ മരുന്നുകളായാലും ശരി, ഹോമിയോ ആയാലും ശരി, ഇതെല്ലാം കുറഞ്ഞ അളവിലും വലിയ അളവിലും നിത്യം ശീലിച്ചു വരുന്നവരാണ്. നമുക്ക് ഇങ്ങനെ അല്ലാതെ കണ്ട്, അതായത് ഔഷധമല്ലാതെ ഇല്ലാതെ കണ്ട് നമുക്കൊരു ആരോഗ്യ ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റുമോ? പറ്റിയാൽ ഏറ്റവും ഉത്തമം. ഇവിടെയാണ് ആയുർവേദത്തിൻ്റെ കാലികമായ പ്രസക്തി വരുന്നത്. ആയുർവേദം മുതലായിരിക്കുന്ന പരമ്പരാഗത വൈദ്യശാസ്ത്രങ്ങൾ പല പ്രശ്നങ്ങളും ഇന്ന് അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം തല ഉയർത്തി നിൽക്കുന്നത് ആയുർവേദത്തിൻ്റെ രോഗം വരാതിരിക്കാനുള്ള പ്രിവെൻഷൻ ആയിട്ടുള്ള ഭാഗത്തെ വളരെയധികം ഊന്നിപ്പറയുന്നത് കൊണ്ടാണ് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഇന്ന് ആയുർവേദ തത്വത്തിലേക്ക് തിരിച്ചു വരുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട ഈ കൊച്ചു കേരളത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഒരുപാട് പല സ്ഥലത്തിലുണ്ട്. പക്ഷേ പൊതുവെ ഭാരതത്തിൽ ആയുർവേദം മുതലായിരിക്കുന്ന പരമ്പരാഗത വൈദ്യശാസ്ത്രങ്ങൾക്ക് അംഗീകാരം കൂടിക്കൂടി വരുവാണ്. അതെന്തുകൊണ്ട്? നിങ്ങൾ ശ്രദ്ധിക്കണം. വിദേശങ്ങളിലൊക്കെ നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ, ഒരു വിദേശി നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ ധാരാളം വിദേശികളെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന അലോപ്പതി മരുന്നുകൾ അല്ലെങ്കിൽ അലോപ്പതി വൈദ്യശാസ്ത്രത്തെക്കുറിച്ചും ആധുനിക വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ പറയും, നോ, നിങ്ങൾ അതിനെപ്പറ്റി ഞങ്ങളോട് സംസാരിക്കേണ്ട, അത് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ ശാസ്ത്രത്തിൽ, ഭാരതീയ ആയുർവേദ ശാസ്ത്രത്തിൽ എൻ്റെ രോഗാവസ്ഥയെപ്പറ്റി അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അത് പറയൂ. അത് നിങ്ങൾ നാടി നോക്കൂ, ത്രിദോഷങ്ങൾ, വാതപിത്തകഫങ്ങൾ നോക്കൂ, പറയൂ എന്നാണ് അവർ നമ്മളോട് ഇങ്ങനെ പറയുന്നത്. വരുന്ന പലരും ആയുർവേദം നന്നായി പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ്
നമ്മളടുത്ത് വരണത്, ഞങ്ങളൊക്കെ അടുത്ത് വരണത്. കാരണം ആര്യവൈദ്യശാലയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ്. ലോകത്ത് നിന്ന് ആയുർവേദം എന്ന് പറഞ്ഞാൽ ആര്യവൈദ്യശാല, ആര്യവൈദ്യശാല എന്ന് പറഞ്ഞാൽ ആയുർവേദം, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അവർ ഞങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് ആയുർവേദത്തിൻ്റെ ദ ക്രീം, പരമമായ തത്വമാണ്. അപ്പോൾ വിദേശികളായിട്ടുള്ള പലരും തന്നെ ആധുനിക വൈദ്യശാസ്ത്രമായിട്ട് യാതൊരു കമ്പാരിസണും, തുല്യ പരീക്ഷണം, വർത്തമാനമൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ശുദ്ധമായ ആയുർവേദ ശാസ്ത്രത്തിൽ രോഗപ്രതിരോധങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ നിരവധി പറയുന്നുണ്ട്. ഇതൊന്നും ഒരു പ്രാക്ടീസിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു അവസരം കിട്ടാറില്ല. ഇങ്ങനത്തെ വേദിയിലാണ് ഞങ്ങൾക്ക് പറയാൻ അവസരം കിട്ടാറ്. നിങ്ങൾ വിചാരിക്കേണ്ട ആയുർവേദം ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ കഷായവും ഗുളികയും കുഴമ്പും ലേഹ്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. ഒരിക്കലുമല്ല. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്, അടിസ്ഥാന തത്വങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് ദിനചര്യയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു വ്യക്തി രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നത് വരെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് ആദ്യം പറയണത്. പിന്നെ പറയണത് ഋതുചര്യ, അതായത് ഓരോ സീസൺ അനുസരിച്ചിട്ടും നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല. അതിലൊന്നാണ് നമ്മുടെ കർക്കിടക മാസത്തിലെ ഈ ഔഷധക്കഞ്ഞി മുതലായിരിക്കുന്ന ആഹാര നിയന്ത്രണം കാര്യങ്ങളൊക്കെ. ഇത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ പറയണത് ആഹാരചര്യ. നിങ്ങൾ ആഹാരത്തിൽ എന്തൊക്കെ നിയമങ്ങൾ ശീലിക്കണം, ശീലിക്കരുത്. പിന്നെ മാനസികമായ വ്യാപാരങ്ങൾ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടേ മറ്റ് രോഗാവസ്ഥയിലേക്ക് കടക്കുന്നുള്ളൂ. പറയുന്നു ആചാര്യൻ, നിങ്ങൾ ഇതെല്ലാം കൃത്യമായി ആഹാരചര്യയും ഋതുചര്യയും ദിനചര്യയും നിങ്ങൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ രോഗങ്ങൾ നിങ്ങളെ ബാധിക്കില്ല. ഒരു പരിധി വരെ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് 100% ഗ്യാരണ്ടി പരിപാടിയൊന്നുമില്ല. അപ്പം ആദ്യം നമുക്ക് ആ ദിനചര്യയിലേക്ക് വരാം. കാരണം ഇന്നൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ ജോലി ചെയ്ത് റിട്ടയർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ, നിങ്ങളൊക്കെ ഒരു ദിനചര്യ ഫോളോ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾ ഇന്നത്തെ യുവതലമുറയെ നോക്കൂ, യാതൊരുവിധ ചര്യയുമില്ല. അവർക്ക് ദിനമില്ല, രാത്രിയേ ഉള്ളൂ, അല്ലേ? ഒരുപാട് ആൾക്കാർ രാത്രി 11 മണിയും 12 മണി വരെ പുറത്ത് അലഞ്ഞ് നടന്നിട്ട് രാവിലെ അവർ പലരും സൂര്യോദയം വരെ കാണാത്ത വ്യക്തികളാണ്. അപ്പം ജീവിതമാകെ മാറി മറിയുകയാണ്. ശരീരത്തിലെ ദിനചര്യ അല്ലെങ്കിൽ സൂര്യോദയം, സൂര്യാസ്തമയം, ചന്ദ്രൻ, ഇതൊന്നും ശരിക്കും ശ്രദ്ധിക്കാതെ കണ്ട് നമ്മൾ തോന്നിയ പോലെ ആഹാരം കഴിക്കുകയും ജീവിക്കുകയും ചെയ്താൽ ശരീരത്തിൻ്റെ കെമിസ്ട്രി മാറും. നമ്മളെ ശരീരം ട്യൂൺ ചെയ്ത് വെച്ചിരിക്കണത് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയും. ഒരു 3:30-4 മണിക്ക് എഴുന്നേൽക്കുക. അമ്പലങ്ങളെല്ലാം, ഈ ഭാഗത്തുള്ള അമ്പലങ്ങളെല്ലാം തുറക്കുന്നത് 3:30-4 മണി, 4:30. അതാണ് കൃത്യമായ സമയം നമ്മൾ എഴുന്നേൽക്കേണ്ടത്. എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ശുചിത്വം പാലിക്കുക, പല്ല് തേക്കുക, കുളിക്കുക, മലമൂത്രപ്രവൃത്തികൾ ചെയ്യുക, ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനുശേഷം വ്യായാമം ചെയ്യുക, ദേഹത്ത് എണ്ണ തേച്ച് കുളിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും 9 മണി 10 മണിയായി. പിന്നെ 2 നേരം ആഹാരം, 2 നേരം ആഹാരം. പിന്നെ നമ്മൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന പണികൾ കൃത്യമായി ചെയ്യുക. രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുക, കുറച്ച് നേരത്തെ ഉറങ്ങുക. ഇതാണ് ഒരു ചുരുക്കത്തിൽ ദിനചര്യ പറയണത്. ഇതിൽ ആദ്യത്തെ നമുക്ക് എടുക്കാം, നേരത്തെ എഴുന്നേക്കുന്ന കാര്യം. 3:30-4:30 പോട്ടെ, 5 മണി 6 മണി 7 മണി, അല്ലേ? അടുക്കളയിലൊക്കെ പണിയെടുക്കേണ്ട സ്ത്രീകളൊക്കെ 5-5:30 എഴുന്നേറ്റാൽ എല്ലാവരെയും ഓരോ വഴിക്ക് പറഞ്ഞേക്കാൻ ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചൊക്കെ പൊതിഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? എന്നാൽ ഇന്നത്തെ ചെറുപ്പക്കാരെ നമ്മൾ നോക്കൂ, നേരത്തെ എഴുന്നേക്കുന്ന പരിപാടിയില്ല, ഒരു പരിപാടിയുമില്ല. കുളിക്കുന്ന പരിപാടിയില്ലല്ലേ. 10 മണി 11 മണി. ഇപ്പോൾ ഒരു രോഗി വിളിച്ചു, എനിക്ക് വിളിച്ചു, സമയം 12, എന്താ വിശേഷം? ഒരു മരുന്നിനെ പറ്റി സംശയം ചോദിക്കും. ഇപ്പം എന്ത് ചെയ്യണു? ഞാൻ പല്ല് തേക്കണു. ഉച്ചയ്ക്ക് 12 മണിക്ക്. ഇന്ന് ഉണ്ടായ സംഭവം 12 മണിക്ക് എഴുന്നേക്കും. സൺഡേ അല്ലേ സാറേ?
സൺഡേ അല്ലേ, കുറച്ച് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അപ്പം ഇന്നലെ രാത്രി എത്ര മണിക്ക് പോയി? അപ്പോൾ ഇന്ത്യൻ സിനിമ കാണാൻ പോയി 1 മണിയായി വരാൻ. എറണാകുളത്ത് നിന്നുള്ള കാര്യമാണ് ഞാനീ പറയണത്. അപ്പം പൊതുവേ അവരുടെയൊക്കെ ജീവിതം അങ്ങനെ മാറി മറഞ്ഞു പോയി. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ലൊരു ആരോഗ്യം കിട്ടുക? അതുപോലെ വ്യായാമം, നിത്യമായി എന്തെങ്കിലും വ്യായാമം ചെയ്യുന്ന എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട്? നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കണം. എന്തെങ്കിലും ഒരു വ്യായാമം. നമ്മുടെ ഇന്നത്തെ ജീവിതം സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്. ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് കിടന്നുകൊണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം വളരെ ചുരുങ്ങിയ തരത്തിലുള്ള മൂവ്മെൻറ്റ്സേ നമുക്കുള്ളൂ. നമ്മളെ ശരീരത്തിൽ നിരവധി സന്ധിബന്ധങ്ങളുണ്ട്. ബ്രഹ്മാവ് അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനൊക്കെ എന്തെങ്കിലും പണി കൊടുത്തിട്ടില്ലെങ്കിൽ ഇവൻ കേടുവരും, ഉറപ്പാണ്. ഒരു മെഷീൻ മേടിച്ചു, ഒരു യന്ത്രം മേടിച്ചു, അവനെ ഒരു മൂലക്കിട്ടു. 4 കൊല്ലം കഴിഞ്ഞ് 5 കൊല്ലം കഴിയുമ്പോൾ ആ മിഷൻ കേടുവന്നിട്ടുണ്ടാവും, ഒക്കെ തുരുമ്പെടുത്ത് പോയിണ്ടാവും. ഇതുപോലെയാണ് ജീവിക്കുന്ന നമ്മുടെ ശരീരവും. ഒരു പണി കൊടുക്കണം, വ്യായാമം കൊടുക്കണം. വ്യായാമം കൊടുത്തിട്ടില്ലെങ്കിൽ സന്ധിബന്ധങ്ങൾ പ്രവർത്തിക്കില്ല. ശരീരത്തിൻ്റെ ആഹാരം ഭജിപ്പിക്കുന്ന കുടലാദികളായിരിക്കുന്ന അവയവങ്ങളൊന്നും ശരിക്കും പ്രവർത്തിക്കില്ല. നമുക്കിന്ന് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് 30-35 വയസ്സാകുമ്പോഴേക്ക് തന്നെ ചെറുപ്പക്കാർക്ക് മുഴുവൻ ഷുഗറും കൊളസ്ട്രോളാണ്. ഫാറ്റി ലിവർ ചേഞ്ച്, ലിവറിൽ കൊഴുപ്പ് വന്ന് നിറയുന്നു. എല്ലാവർക്കും കുടവയർ അല്ലേ? വെയിറ്റ്, തൂക്കം, ശരീരത്തിൻ്റെ തൂക്കം എത്രയാണ് ഓരോരുത്തർക്ക്? ചെറുപ്പക്കാർക്കൊക്കെ അങ്ങനെയാണ്. ഞാൻ ചോദിക്കുന്നു, നമ്മൾ അടുത്ത തലമുറ രോഗികളായിരിക്കും. ഇന്ത്യയിൽ എത്ര മനുഷ്യന്മാരുണ്ട്, മില്യൺസ് ഓഫ് ആൾക്കാരുണ്ടെന്ന് ചോദിക്കുന്നത് വരെ എത്ര രോഗികളുണ്ടെന്ന് ചോദിക്കാവും ഭേദം. കേരളം ഒന്നും തീരെ മോശമല്ല, എറണാകുളം അതിഭയങ്കരമാണ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് 85-85 OPയിൽ ആകെ വളരെ അപൂർവമായിട്ടേ പ്രമേഹ രോഗികളൊക്കെ വന്നിരുന്നുള്ളൂ. അതും ഒരു എബോവ് 50, 50 വയസ്സിന് മേലെയുള്ള. ഇന്ന് എൻ്റെ OPയിൽ MG റോഡ് ആയുർവൈദ്യശാലയിൽ 25-35 വയസ്സുള്ള ഒരുപടി രോഗികളാണ് പ്രമേഹം, പ്രഷർ. അത്ഭുതം. ഇവരൊക്കെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയ ജീവിതകാലം മുഴുവൻ, ഒരു മനുഷ്യായുസ് 120 വയസ്സാണ്. ശരി, 80-85 വയസ്സ് വരെ നമ്മൾ ജീവിക്കുമായിരിക്കാം. നമ്മൾ ഗുളിക കഴിച്ച് ഷുഗർ തുടങ്ങി, കൊളസ്ട്രോൾ തുടങ്ങി, BP തുടങ്ങി, ഇതെല്ലാം കഴിക്കാം. ഈ ഗുളികയുടെ സൈഡ് എഫക്റ്റ് തുടങ്ങി. നമ്മൾ എത്ര ഗുളിക കഴിച്ച് ജീവിക്കുമ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ജീവിതം ഗുളികയാണ്. ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിന്ന് ഗുളികയാണ്. ആയുർവേദമായാലും ഹോമിയോ ആയാലും അലോപ്പതി ആയാലും. അങ്ങനൊരു രോഗികളായിട്ട് ജീവിക്കണമോ? നമ്മളൊക്കെ സ്വയം ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അത് വേണ്ട. കൃത്യമായ ഒരു അച്ചടക്കത്തോടു കൂടിയുള്ള ജീവിത ശൈലി തുടങ്ങൂ. ഔഷധങ്ങൾ മാറ്റിവെക്കൂ. ഒരു ഔഷധ കമ്പനിയുടെ വ്യക്താവായ ഞാനാണ് പറയണത്. നിങ്ങൾ ആയുർവേദമായാലും അലോപ്പതി ആയാലും അമിതമായി മരുന്ന് ഉപയോഗിക്കരുത്. ഔഷധമില്ലാതെ കണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റും ആരോഗ്യ മേഖലയിൽ. ജീവിതം നമ്മൾ രാവിലെ ഒരു 5:30-6 മണിക്കെങ്കിലും എഴുന്നേൽക്കുന്നു, ശുചിത്വം പാലിക്കുന്നു, അത്യാവശ്യം വ്യായാമം ചെയ്യാൻ പറഞ്ഞാൽ ഇന്നത്തെ ആൾക്കാർക്ക് സമയമില്ല. വളരെ ഖേദകരമായൊരു കാര്യമാണ്. 24 മണിക്കൂറിൽ നമുക്ക് ജോലി ചെയ്യാൻ സമയമുണ്ട്, അടുക്കളയിൽ പണിയെടുക്കാൻ സമയമുണ്ട്, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനും സിനിമ കാണാൻ പോകാനും. ഇപ്പം ടൂറാണ് എല്ലാവർക്കും, ടൂറിന് പോകാൻ സമയമുണ്ട്. അയോധ്യ ട്രിപ്പ്, കേദാർനാഥ്, ചാർധാം, ഇതിലൊക്കെ പോകാൻ നമുക്ക് സമയമുണ്ട്. ഒരു അരമണിക്കൂർ നടക്കൂ ഈ റോട്ടിൽ കൂടെ രാവിലെ. അയ്യോ, അതിനെനിക്ക് സമയമില്ല. ശരി, നിങ്ങൾ നടക്കണ്ട, എന്തെങ്കിലും ഒരു യോഗ വ്യായാമം ഒന്ന് ചെയ്യൂ. യോഗ എനിക്കറിയില്ല. ആപ്ത ചാനലിൽ രാംദേവ്ജി രാവിലെ 5:30 തുടങ്ങും പരിപാടി. അത് നോക്കി എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ഓ, അപ്പം അത് തെറ്റിപ്പോയാൽ എനിക്ക് പ്രശ്നമാവില്ലേ? വേണ്ട, അത് വേണ്ട. ഞാൻ പ്രാണായാമം ചെയ്യാം. അപ്പം വ്യായാമം എന്ന് പറഞ്ഞിട്ട് ചുരുക്കത്തിൽ മൂക്കക്കൂടെ ഒന്നിങ്ങനെ ഇങ്ങോട്ടുള്ള ഒരു നാഡിശുദ്ധി ഒരു 10 മിനിറ്റ് ചെയ്യും. ഇതാണ് വ്യായാമം. പലർക്കും വ്യായാമം ചെയ്യാൻ പലരും തയ്യാറില്ല. വളരെ കഷ്ടമുണ്ട് ആ കാര്യം. നമുക്കൊരു സ്ഥലത്തേക്ക് ഇവിടുന്ന് ഇപ്പോൾ തൃപ്പൂണിത്തറ മാർക്കറ്റിൽ പോകണമെങ്കിൽ നമ്മൾ ഓട്ടോ പിടിക്കും.
നടക്കാൻ പലരും തയ്യാറില്ല. പണ്ട് നിങ്ങളൊക്കെ നടന്ന സ്ഥലമാണ്. നടക്കാൻ ആരും തയ്യാറില്ല. ഭയങ്കര ട്രാഫിക് ജാമാണ്. അപ്പം നമ്മളെ മുട്ട് ഉപയോഗിക്കാതെ കണ്ട് സന്ധിബന്ധങ്ങളെല്ലാം കേടുവന്നു. അപ്പോൾ നിങ്ങൾ കോട്ടക്കൽ ആയുർവേദ്യശാലയിൽ വരും, ഞങ്ങൾ മരുന്നെഴുതും, കുഴമ്പെഴുതും, അപ്പം ഞങ്ങൾക്ക് കാശിട്ടും. അപ്പം മെഡിക്കൽ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതചര്യയാണ് ജനങ്ങളായ നമ്മളെല്ലാം ശീലിച്ചു വരുന്നത്. സ്വാമി ചിന്മയാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു റെസ്റ്റ് യു റെസ്റ്റ്. നിങ്ങൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കും. RUST, രണ്ടാമത്തെ റെസ്റ്റ്. തുരുമ്പെടുത്തു പോകുന്നു. ഇതാണിപ്പോൾ സംഭവിക്കണം. നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ നോക്കൂ, 70-80 വയസ്സായാലും നല്ല ചുറുചുറുക്കായിട്ട് ആരോഗ്യവാന്മാരായിട്ട് എങ്ങനെ ഇരിക്കുന്നു. അത് അന്നത്തെ ജീവിതശൈലി. അവരൊക്കെ ഇപ്പോഴും നന്നായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ എറണാകുളത്ത്. അപ്പോൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ലഘുവായ വ്യായാമം ചെയ്യൂ. യോഗയാണ് ഏറ്റവും ബെസ്റ്റ്. എങ്ങോട്ടും പുറത്തേക്കൊന്നും പോകണ്ട. ഒരു ചെറിയ സൂര്യ നമസ്കാരം, ഒരു 5-6 എണ്ണം ലഘുവായിട്ടുള്ള ആസനങ്ങൾ ചെയ്യുക. പ്രായമായിട്ടുള്ള എബോവ് 50 ആയിട്ടുള്ള ആൾക്കാരൊന്നും ഹലാസനവും മയൂരാസനവും സർവാംഗാസനവും ഒക്കെ ശീർഷാസനമൊന്നും ചെയ്യാൻ പാടില്ല. അവർക്ക് പറ്റിയ മൈൽഡായിട്ടുള്ള നിരവധി ആസനങ്ങളുണ്ട്. ഇതേപോലെ ക്ഷേത്രങ്ങളിലൊക്കെ ആഴ്ചയ്ക്ക് ഒരു ദിവസം ഒരു യോഗ ക്ലാസ്സൊക്കെ വെക്കുന്നത് നല്ലതാണ്. എല്ലാ പ്രായത്തിലുള്ളവർക്കും നല്ലതാണ്. ഈ യോഗ ചെയ്താൽ നമ്മൾ ആദ്യത്തെ 1-2 മാസം ഒന്നും തോന്നില്ല. ഒരു 4 മാസം 5 മാസം നമ്മൾ റെഗുലറായിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു വ്യത്യാസം നമ്മുടെ ശരീരത്തിൽ തോന്നും. ശരീരത്തിന് മാത്രമല്ല, കുറേ കഴിഞ്ഞാൽ മനസ്സിന് ഒരു ശാന്തത വരും. ഒരു സ്പോർട്സിന് പോലും അങ്ങനെ ഒരു ശാന്തത കൊടുക്കാൻ പറ്റുന്നില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല. നിരവധി ആരോഗ്യ സർവകലാശാലകളിൽ, ഹാർവാർഡ് മുതലായിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ യോഗയെക്കുറിച്ച് അതിഗഹനമായ പഠനങ്ങൾ നടത്തി അവർ പറയുന്നു, മനസ്സിൻ്റെ നിയന്ത്രണം, ശാന്തത കൈവരിക്കാൻ ഏറ്റവും ബെസ്റ്റ് യോഗയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിദേശ കോളേജുകളിലും സ്കൂളുകളിലും യോഗ നിർബന്ധമാക്കുന്നുണ്ട്. നമ്മൾ യോഗ വേണ്ടാന്ന് പറഞ്ഞ് പിന്നാക്ക് പോകുമ്പോൾ അവരത് ഏറ്റെടുക്കുന്നുണ്ട്. കാരണം ഇന്ന് നിങ്ങൾക്കറിയാം, ലോകം മുഴുവൻ ഒരുപാട് തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും പ്രശ്നങ്ങളും ഇല്ലേ, ജാതി മത ചിന്തകളുടെ പ്രശ്നങ്ങളും വർണ്ണവ്യത്യാസത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അപക്വതയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിനെ ശാന്തമാക്കുക, എല്ലാത്തിനെയും നേരിടാനുള്ള ഒരു കഴിവ്, ഇത് യോഗയാണ് എന്ന് ഒക്കെ ലോകത്തിൽ ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇൻ്റർനാഷണൽ യോഗ ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചതും നടക്കുന്നതും. നമ്മുടെ പ്രധാനമന്ത്രിക്ക് അതിലൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. അദ്ദേഹമൊക്കെ നിത്യയോഗ ചെയ്യുന്ന ആളാണ്. വയനാട്ടിൽ വന്നു 4-5 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. ഒരു ഗ്ലാസ് ലൈറ്റ് ചായ മാത്രമാണ് അദ്ദേഹം കുടിച്ചത്. അദ്ദേഹത്തിൻ്റെ എനർജിക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. എങ്ങനെ? അദ്ദേഹം നിത്യം യോഗ ചെയ്യുന്ന ആളാണ്. ഫ്രൂട്ട്സും ആദികളായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് നിത്യയോഗ ചെയ്യുന്നവരാണ്. ഞാനൊരു പ്രത്യേക വ്യക്തി എടുത്ത് പറയല്ല. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യായാമം നിത്യം ചെയ്യുക. വ്യായാമം കഴിഞ്ഞു, പിന്നെ നമ്മുടെ മറ്റുള്ള പ്രവൃത്തികൾ, ആഹാരമൊക്കെ ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. നമ്മളുടെ ഇടയിൽ തന്നെ വെജിറ്റേറിയനുണ്ട്, നോൺ വെജിറ്റേറിയനുണ്ട്. ആയുർവേദ ശാസ്ത്രം ഒരു നോൺ വെജിറ്റേറിയനെ പ്രോത്സാഹിപ്പിക്കാത്ത ശാസ്ത്രമാണ് എന്നൊരു തെറ്റിദ്ധാരണ എല്ലാവരുടെ ഇടയിലുണ്ട്. അത് തെറ്റാണ്. ആയുർവേദത്തിൽ നോൺ വെജിറ്റേറിയനും വെജിറ്റേറിയനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് മരുന്നുകൾ തന്നെ, മഹാമാഷതൈലം, മഹാകുക്കുട മാംസതൈലം, അതിലൊക്കെ മാംസം ചേരുന്നുണ്ട്. മഹാസ്നേഹം, പോത്തിൻ്റെ മാംസം ചേരുന്നുണ്ട് അതിനകത്ത്. പിന്നെ അജാശ്വഗന്ധാദി ലേഹ്യം, അതിൽ ആട്ടിൻ്റെ സൂപ്പ് ചേരുന്നു. അപ്പം ഞങ്ങൾക്ക് നിരവധി പ്രോഡക്ട്സ് നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ളുണ്ട്. ഇതിൽ ഓരോരുത്തർക്ക് പറ്റിയ സാധനങ്ങൾ എന്താ വെച്ചാൽ അത് കഴിക്കാം. ഔഷധങ്ങൾ. അപ്പോൾ ആഹാരത്തെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഒരു ദിവസം എത്ര നേരം ആഹാരം കഴിക്കണം? ബോറടിക്കുന്നുണ്ടേ പറയണേ, ഞാൻ വിഷയം മാറ്റാം, വേറെ കഥകളിലേക്കൊക്കെ പോവാം. നമ്മൾ ഒരു ദിവസം എത്ര നേരം ആഹാരം കഴിക്കണം? ഒരു ചൊല്ലുണ്ട്, ഒരു നേരം ആഹാരം കഴിക്കുന്ന ആള് യോഗിയാണ്. യോഗി, അയാൾ ഒരു നേരമേ കഴിക്കുള്ളൂ. 2 നേരം ആഹാരം കഴിക്കുന്ന ആള്
ഭോഗി, അതായത് നമ്മുടെ സാധാരണ ജീവിതത്തിലുള്ള ആൾ. 3 നേരം ആഹാരം കഴിക്കുന്ന ആൾ രോഗി, ഒരു രോഗം എന്തെങ്കിലും പിടിപെടുന്ന ഒരു വ്യക്തിയായിട്ട് തീരും. 3-ലധികം തവണ ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ അയാൾ ദ്രോഹി. ഹീസ് ആൻ ആൻറ്റി സോഷ്യൽ പേഴ്സൺ ഇൻ ദ സൊസൈറ്റി. അയാൾ മറ്റുള്ളവർ കഴിക്കേണ്ട ആഹാരമാണ് അയാൾ കഴിക്കുന്നത്. ശരിക്കും നമുക്ക് 2 നേരത്തെ ആഹാരം മതി. 2 ആഹാരകാലമേ ആയുർവേദം പറയുന്നുള്ളൂ. ഒന്ന് രാവിലെ, ഒന്ന് വൈകിട്ട്. ഇടയിൽ നമുക്ക് പഴവർഗ്ഗങ്ങൾ കഴിക്കാം, അല്ലെങ്കിൽ പാല് പോലത്തെ കഴിക്കാം, ജ്യൂസ് കഴിക്കാം, വെള്ളം ധാരാളം കുടിക്കാം, ഇളനീര് മുതലായിട്ടുള്ള നീരുകളൊക്കെ കഴിക്കാം. 2 ആഹാരം വഴി കാലം. അത് നടപ്പില്ല നിങ്ങൾ വിചാരിക്കും. 2 ആഹാരകാലം ശീലിച്ച വല്ലവരുണ്ടോ ഈ വേദിയിൽ? കൈ പൊക്കാം. 2 നേരം ആഹാരം കഴിക്കുന്നവർ കൈ പൊക്കാം. ആരുമില്ല. നമ്മുടെ ഈ എറണാകുളം അമ്പലത്തിൻ്റെ ചുറ്റും, എറണാകുളത്ത് അപ്പൻ്റെ ചുറ്റുമുള്ള ഒരുപാട് പ്രായമുള്ള ആൾക്കാർ 2 നേരം ആഹാരം കഴിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ നുണ പറയല്ല, കേമാവാൻ പറയല്ല. അവർ രാവിലെ എഴുന്നേക്കും, കാര്യങ്ങളൊക്കെ ചെയ്ത് പറഞ്ഞ പോലെ കർമ്മങ്ങളൊക്കെ ചെയ്തു, പൂജ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു, സന്ധ്യാവന്ദനാദികൾ എന്തെങ്കിലും വെച്ചാൽ അവനവന് ഇഷ്ടമൊക്കെ ചെയ്തു. നേരത്തെ ഒരു 9:30-10 മണിയാകുമ്പോൾ നന്നായിട്ട് ഊണ് കഴിക്കും. സുഭിക്ഷമായിട്ട് ഊണ് കഴിക്കും. ഊണ് കഴിച്ചിട്ട് അവർക്ക് പോസ്റ്റ് ഓഫീസിൽ പോവുക, അല്ലെങ്കിൽ ബാങ്കിൽ പോവുക, അവനവൻ്റെ കാര്യങ്ങൾ. അല്ലെങ്കിൽ പല വക്കീലന്മാരും, ഹൈക്കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന പഴയ വക്കീലന്മാരുണ്ട്. അവർ നേരെ കോടതി പോകും, കേസും കാര്യങ്ങളൊക്കെ വെച്ച് അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഉച്ചയ്ക്ക് 2:30-3 മണിയാകുമ്പം കേസ് കഴിഞ്ഞ് അങ്ങ് തിരിച്ചു വരും. കേസ് കഴിഞ്ഞില്ല, അവിടെ നിന്ന് തന്നെ അടുത്ത കടയിൽ പോയിട്ട് ഒരു കാപ്പി ഒരു പഴവും കഴിക്കും. തിരിച്ചു വന്ന് വൈകുന്നേരം കുളിച്ച് കാര്യങ്ങൾ ചെയ്ത് ലഘുവായിട്ടുള്ള 2 ചപ്പാത്തി, 2 ദോശ, അല്ലെങ്കിൽ 2 ഇഡ്ഡലി വട, അല്ലെങ്കിൽ ഒരു തൈര് സാദം, ലഘുവായിട്ടുള്ള രസസാദം, ഇത് കഴിക്കും. 80-90 വയസ്സായാലും നോ ഷുഗർ, നോ പ്രഷർ, നോ കൊളസ്ട്രോൾ, ബോഡി വെയ്റ്റ് ബിലോ നോർമൽ ഉണ്ട്. സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ വ്യക്തികൾ നമ്മളുടെ ഇടയിലുണ്ട്. ഞാൻ ചോദിച്ചു 2 നേരം ആഹാരം മതിയോ? അവർ പറയും 50-60 കൊല്ലമായി ശീലിച്ചിട്ട് ഒരു കുഴപ്പമില്ല, ഒരു ഓർമ്മശക്തിക്കും കുഴപ്പമില്ല, ഡെമൻഷ്യ ഇല്ല, അൽഷിമർ ഇല്ല, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. 2 നേരം ആഹാരം ശീലിക്കുന്നു. വേണമെന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന നിങ്ങൾക്കൊക്കെ, ഒന്ന് ശ്രമിച്ചു നോക്കൂ. രാവിലെ ഊണ് കഴിക്കുക 9:30-10 മണിയാകുമ്പം. വീട്ടമ്മമാരൊക്കെ ഇവിടെ എനിക്കുണ്ട്. ഇഡ്ഡലി, ദോശ, പുട്ട്, നമ്മൾ എന്തൊക്കെയാണ് മലയാളിയുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? ചിലർക്ക് അപ്പം വേണം, ഇടിയപ്പം വേണം, വെള്ളപ്പം വേണം, മറ്റേ പുട്ട് വേണം, എത്ര വലിപ്പമുള്ള പുട്ടും കുറ്റി അടിക്കണം. അതിന് കടലക്കറി വേണം, ചെറുപയർ വേണം, ചിലപ്പോൾ മസാലക്കറി അല്ലേ? അച്ഛന് ഇഷ്ടപ്പെടുന്ന മകന് ഇഷ്ടപ്പെടില്ല, മകന് ഇഷ്ടപ്പെടുന്നത് മരുമകൾക്ക് ഇഷ്ടപ്പെടില്ല. പ്രശ്നമാണ് രാവിലെ വീട്ടിൽ അടുക്കളയിൽ. ഒരൊറ്റ ഡിക്ലറേഷൻ, എല്ലാം നിരോധിക്കുക. രാവിലെ ഞാൻ ഊണ ഉണ്ടാക്കുന്നുള്ളൂ, ആവശ്യമുള്ളവർ കൊണ്ടുപോയാൽ മതി. രാവിലെ എല്ലാവരും ഊണ കഴിച്ചു നോക്കും. ഞാനത് ശീലിക്കുന്നൊരു വ്യക്തിയാണ്. ചില ദിവസം നടക്കില്ല എന്നുള്ള വേറെ വിഷയം. ഉച്ചയ്ക്ക് ലഘുവായിട്ടുള്ള ആഹാരം, വളരെ ലഘുവായിട്ടുള്ള ആഹാരം. രാത്രി പറഞ്ഞ പോലെ ഒന്നുകിൽ പൊടിയരിക്കഞ്ഞ്, പയറ്, അല്ലെങ്കിൽ നുറുക്കരി, ഗോതമ്പത്തിൻ്റെ ഉപ്പുമാവ് ഇളം കഴിച്ചു നോക്കൂ. ഇത്രയും സുഖമായിട്ടുള്ള ഒരു പരിപാടി. കാര്യമായ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. വിശപ്പ്, ഗ്യാസ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ മിതമായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. മോഷണമൊക്കെ വയറ്റിൽ നിന്നൊക്കെ ശരിക്കും പോകും. വളരെ നല്ലൊരു ആഹാരശീലമാണ്. ഇന്ന് നമ്മൾ നോക്കൂ, ഈ യുവതലമുറ രാവിലെ എഴുന്നേൽക്കുന്നുള്ളവർ ഒരു കട്ടൻ കാപ്പി അല്ലേ? നമ്മൾ ഇന്നത്തെ പരിപാടി രാവിലെ എഴുന്നേറ്റ് ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി, ഇത് കഴിഞ്ഞൊരു ബ്രേക്ക്ഫാസ്റ്റ്. നമുക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഈ പറഞ്ഞ സാധനങ്ങൾ. ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ 10:30 ഒരു ചായക്കടി അല്ലേ? ഓഫീസിലുണ്ടാകുന്ന ക്യാൻറ്റീൻ, ഷിപ്പ്യാർഡ് മുതലായിരിക്കുന്നവരുടെ ഓഫീസിലൊക്കെ ഉള്ള ക്യാൻറ്റീനിൽ ചായ കടി. ഉച്ചയ്ക്ക് ഒരു 1-1:30 കൊണ്ടുപോകുന്ന ഊണ്, അല്ലെങ്കിൽ അവിടെ ക്യാൻറ്റീനിൽ നിന്ന് കിട്ടുന്ന ഗംഭീരമായ സദ്യ. എഗെയിൻ 3:30-4 മണിക്ക് ഓഫീസ് ക്യാൻറ്റീനിൽ നിന്ന് ഒരു എണ്ണക്കടിയും ചായയും അല്ലേ? എണ്ണക്കടി നിർബന്ധമായിട്ടുണ്ട് ഇപ്പം എല്ലാ സ്ഥലത്തും. പണ്ടത്തെ പോലെ വെറുതെ എന്തെങ്കിലും ഒരു ബ്രെഡൊന്നും കൊടുത്താൽ പോരാ. കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ വൈഫ് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ 4 മണിക്ക് ഒരു ഇലയടയോ ഉണ്ണിയപ്പോ അത് വെച്ചൊരു ഗ്ലാസ് കാപ്പി, ചായ. എത്ര തവണയോ ഭക്ഷണം കഴിക്കും നിങ്ങൾ? ഒരു 9:30-10 മണിക്ക് എന്തെങ്കിലും ഭക്ഷണങ്ങൾ,
ഒരു നോൺ വെജിറ്റേറിയൻ ഉണ്ടാകുന്ന വൈഫ് സന്തോഷമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ചിക്കനോ മട്ടണോ ഫിഷോ അതൊക്കെ ഹെവി ആയിട്ട്. ഇത്രയും നമുക്ക് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ശരീരം ഇത്രയും ദഹിപ്പിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത്രയും കഠിനമായ ഫിസിക്കലായിട്ടുള്ള പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇവിടെയാണ് 2 നേരത്തെ അല്ലെ 3 നേരത്തെ ആഹാരത്തിൻ്റെ പ്രസക്തി. നമ്മൾ കഴിക്കണത് വേണ്ടാണ്ട് കഴിക്കുന്നത് മുഴുവൻ ശരീരത്തിൻ്റെ ഒരു വിഷമായിട്ടാണ് മാറുന്നത്. ടോക്സിൻസ്, അൺഡൈജസ്റ്റഡ് ഫുഡ് ടോക്സിൻ എന്ന് പറയും മോഡേൺ മെഡിസിൻ. അത് അങ്ങോട്ട് മാറുമ്പോൾ നമ്മളെ കുടലിൽ പാൻക്രിയാസ് ശരിക്കും വർക്ക് ചെയ്യില്ല, ലിവർ വർക്ക് ചെയ്യാതാകും, അങ്ങനെ കുറേശ്ശെ ഷുഗർ കൂടും, കുറേശ്ശെ ഫാറ്റി ലിവർ ചേഞ്ചസ് ഒക്കെ വന്നു. ചിലർക്ക് ഡെയിലി വയറ്റിന്ന് പോവാത്ത, മോഷൻ പോവാത്ത വ്യക്തികളുണ്ടാവും. ഇതൊക്കെ നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് അനാവശ്യമായിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പരിണാമമാണ്. ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുന്ന എത്ര ആൾ ഈ വേദിയിലുണ്ടെന്ന് എനിക്കിന്ന് അറിയില്ല. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഹെൽത്തിൻ്റെ ഒരു കോളുണ്ട്. ഇംഗ്ലീഷ് വായിക്കുന്നവരാണെങ്കിൽ ആ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഒന്ന് വായിക്കണം. അത്ഭുതപ്പെട്ടു പോകും. അതിനകത്തൊരു ആർട്ടിക്കിൾ ഉണ്ട്, കുടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. വെറുതെ ആയുർവേദം മാത്രമല്ല അവർ പറയണത്, ആധുനിക ശാസ്ത്രപ്രകാരം കുടലിൻ്റെ പ്രാധാന്യം എന്താണ്. ഈ കുടല് എന്ന് പറയുന്ന ഒരു പ്രത്യേക അവയവമായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പ്രാധാന്യം ഇത്രയും മനസ്സിലാക്കിയത് ഈ അടുത്ത കാലത്താണ്. കുടലിനകത്ത് നമുക്ക് വേണ്ടുന്ന നിരവധി ചെറിയ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഒക്കെ ഉണ്ട്. ഹെൽത്തി ബാക്ടീരിയൽ ഫ്ലോറ, ഹെൽത്തി വൈറസ്, ഫംഗസ് ഇതൊക്കെ ഉണ്ട് അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത്. ഇൻഫെക്ഷൻ വരുമ്പോൾ അനാവശ്യമായിട്ടുള്ള പറ്റാത്ത സാധനങ്ങൾ വരുമ്പോഴാണ് അത് ഇൻഫെക്ഷനായിട്ട് കുടലിലേക്ക് വരണത്. നമ്മൾ വേണ്ടാതെ കണ്ടുള്ള മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ കുടലിനകത്ത് ഈ ബാക്ടീരിയകൾ നശിക്കുന്നു. ഈ ബാക്ടീരിയ നശിച്ചു കഴിഞ്ഞാൽ ആദ്യം ഡൈജഷൻ തകരാറാവുക മാത്രമല്ല, പല സൂക്ഷ്മ അണുക്കൾക്കും തലച്ചോറുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ പറ്റും. ലിവറുമായിട്ട്, കിഡ്നിയായിട്ട്, രക്തചംക്രമണമായിട്ടൊക്കെ നേരിട്ട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ ആ ലിങ്ക് നഷ്ടപ്പെടുമ്പോൾ അത്തരം അവയവങ്ങൾ ഇതൊക്കെ തകരാറാകും. അപ്പോൾ അതിൻ്റെ രോഗങ്ങളുണ്ടാകും. നിങ്ങൾ വായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് വിശദമായിട്ട് വായിച്ച് പഠിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ്. അമിതമായിട്ട് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ദോഷങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കൃത്യമായ ഒരു ആഹാര ശൈലി രൂപപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഇപ്പം കഴിക്കുന്ന മരുന്നിൻ്റെ അളവ് തന്നെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഷുഗറിൻ്റെ മരുന്നൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഒരു അരമണിക്കൂർ നടന്നു നോക്കൂ, ഒരു ഡയോനിൽ ഒരു മെറ്റ്ഫോർമിൻ ഗുളിക നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. ഒരു ചെറിയ എന്തെങ്കിലും ശരീരം അനങ്ങുന്ന വ്യായാമങ്ങൾ ചെയ്യൂ. നിങ്ങൾക്ക് എണ്ണ കുഴമ്പ് തേക്കുന്നത് വേണ്ടാന്ന് വെക്കാൻ പറ്റും. അപ്പോൾ ആഹാരചര്യ, വ്യായാമം ഇത്യാദികളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങണം, അത് ഓരോരുത്തരുടെ ദേഹപ്രകൃതിക്ക് അനുസരിച്ചിട്ടാണ്. പ്രായമുള്ളവർ ഉച്ചയ്ക്ക് അല്പം ഉറങ്ങുന്നതിൽ തെറ്റില്ല, അത് ശീലമാണ്. ഉറങ്ങാൻ ശീലമില്ലെങ്കിൽ വേണ്ട. പിന്നെ രാത്രി കുറച്ച് നേരത്തെ കിടന്നുറങ്ങാൻ ശ്രമിക്കാം, അല്ലാതെ കണ്ട് ലേറ്റായിട്ട്. ഇപ്പൊക്കെ മൊബൈലാണ് ലോകം മുഴുവൻ അല്ലേ? പ്രായമുള്ളവരും കുട്ടികളും എല്ലാവരും മൊബൈലിലാണ് കളി. മൊബൈൽ നോക്കി നമ്മളെ കണ്ണ് കേടുവരുന്നു അല്ലേ? ബ്രെയിൻ കേടുവരുന്നു, നമുക്ക് കോൺസെൻട്രേഷൻ പോകുന്നു. ഞങ്ങളൊക്കെ വലിയ പ്രശ്നത്തിലാണ്. യൂട്യൂബും ഫേസ്ബുക്കിലും കാണുന്ന കാര്യങ്ങൾ വെച്ച് രോഗികൾ ആദ്യം ചികിത്സിക്കും. നിങ്ങൾ ഏത് രോഗത്തിൻ്റെ ലക്ഷണവും നെറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് രോഗം എന്നതാണ്, അതിൻ്റെ ചികിത്സ എന്നതാണ്, ആയുർവേദത്തിൽ നിന്നാണ്, അലോപ്പതി എന്നല്ല എന്നൊക്കെ നെറ്റിൽ കാണാൻ കിട്ടും. അപ്പോൾ രോഗികൾ പ്രാഥമികമായിട്ട് ആ ചികിത്സയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരിക. എന്ത് മരുന്ന് എഴുതി കൊടുത്താലും അത് ഞാൻ എടുത്തതാണ്, ശീലിച്ചതാണ്, അതുകൊണ്ട് ഗുണമില്ല എന്ന് പറയും. അപ്പം യൂട്യൂബ് നോക്കുക, ഫേസ്ബുക്ക് നോക്കുക, നമ്മളെ കണ്ണിന് എത്രത്തോളം കേട് സ്ക്രീൻ ടൈം കൊണ്ട്. പിന്നെ മാത്രമല്ല നമ്മളെ ശ്രദ്ധ, ആ ഒരു മനസ്സെ ഏകാഗ്രമാക്കി നിർത്താനുള്ള ശ്രദ്ധ. പിന്നെ മനസ്സ് വല്ലാതെ കണ്ടിങ്ങനെ വൈബ്രേറ്റ് ചെയ്തിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ നമുക്ക് ഡേ ടു ഡേ ലൈഫിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന
കാര്യങ്ങളാണ്. ഇതൊക്കെ ഒന്ന് കുറയ്ക്കുക. മിതമായ തരത്തിൽ മൊബൈല്, ലാപ്ടോപ്പും അല്ലെങ്കിൽ ടി വിയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നമുക്ക് ആധ്യാത്മികമായ കാര്യങ്ങളിലും പുരാണ കഥാശ്രവണങ്ങളിലും അല്ലെങ്കിൽ ഭാഗവതം മുതലായതിലൊക്കെ നമുക്ക് മനസ്സിനെ വ്യാപരിപ്പിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് മാനസികമായ ടെൻഷൻ കുറയ്ക്കാൻ പറ്റും. അതെല്ലാം നമ്മൾ ഗുളിക കഴിക്കണം എന്നില്ല. നോക്കൂ, ഇന്നത്തെ കുട്ടികളെല്ലാം ഉറക്ക ഗുളിക കഴിക്കുന്നവരാണ്. നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും സ്ട്രെസ്സാണ്. ഇതെന്താ, നമുക്കൊക്കെ സ്ട്രെസ് ഉണ്ടായിരുന്നില്ലേ? നമ്മളൊക്കെ ജീവിച്ചു വരുന്ന ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും സ്ട്രെസ്സാണ്. പോയി ഡോക്ടറെ കണ്ടു, സൈക്യാട്രിസ്റ്റിനെ കണ്ടു, ഗുളിക കഴിച്ചു, ഉറക്ക ഗുളിക. 1 കഴിച്ചു, 2 കഴിച്ചു, 3 കഴിച്ചു, പിന്നെ അതില്ലാതെ കൊണ്ട് ഉറക്കം വരില്ല എന്നായി. അതിൻ്റെ സൈഡ് എഫക്റ്റ് വേറെ. ഞങ്ങൾക്കും കൊടുക്കാറുണ്ട് കുറേ മരുന്നുകളൊക്കെ. എന്തു പറ്റി നമ്മുടെ ഈ യുവതലമുറയ്ക്ക്? എല്ലാം സ്ട്രെസ്സാണ്. പഠിക്കാൻ സ്ട്രെസ്സാണ്, കോളേജിൽ പോയാൽ സ്ട്രെസ്സാണ്, ചില അധ്യാപകർ സ്ട്രെസ്സ് കൊടുക്കുന്നു, സുഹൃത്തുക്കൾ സ്ട്രെസ്സ് കൊടുക്കുന്നു. ഇതെല്ലാം മാനസികമായ ഒരു പക്വതയില്ലായ്മയുടെ സൂചനകളാണ്. അതിൽ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. നമ്മുടെ തലമുറ മാത്രമല്ല, നമ്മളെ പിന്നാലെ വരുന്ന തലമുറയും. അതിന് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലാണ് അതിൻ്റെ പ്രവർത്തനം നടത്തേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യോഗ മുതലായിരിക്കുന്ന കാര്യങ്ങൾ ആഴ്ചയ്ക്ക് ഒരു തവണയെങ്കിലും ക്ലാസ്സുകളൊക്കെ നോക്കുക. പിന്നെ താല്പര്യമുള്ളവർക്ക് ആധ്യാത്മികമായ പ്രഭാഷണങ്ങൾ, കഥകൾ, ഈ വല്ലാതെ കണ്ട് ബ്രഹ്മവും ആത്മാവും ജീവാത്മാവും പരമാത്മാവും ഒന്നും പിള്ളേരോട് പറയരുത്. മഹാഭാരതത്തിലും രാമായണത്തിലുള്ള ചെറിയ ചെറിയ കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. വെറുതെ ചെറിയ കഥകൾ, ഒരു ദിവസം ഒരു കഥ മതി. നമുക്ക് സുഹൃത്ത് ബന്ധത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള കഥ നമുക്ക് കുചേലവൃത്തമൊക്കെയാണ്. അങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സിൻ്റെ സംഘർഷം നമ്മൾ കുറച്ച് കൊണ്ടുവരണം. എന്നാലേ നമുക്ക് രോഗമില്ലാത്ത ഒരു തലമുറ ഉണ്ടാവുകയുള്ളൂ. ഇത്രയുമാണ് പ്രാഥമികമായിട്ട് നമുക്ക് ദിനചര്യയെ പറ്റി പറയാനുള്ളത്. ഋതുചര്യയിൽ നമുക്ക് ഓരോ സീസൺ അനുസരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല. അതിൽ പ്രധാനമായിട്ട് നമുക്ക് ഈ കർക്കിടകം നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ മഴയുള്ളത് കൊണ്ട് തന്നെ ഭൂമിയിലെ ജലം കേടുവരുന്നു. ഭൂഗർഭജലം മാത്രമല്ല, നദികളും തോടുകളൊക്കെ കേടുവരുന്നു, അഴുക്ക് പിടിച്ചിട്ട്. അതിൽ രോഗാണുക്കൾ കയറുന്നു, ഇല്ലേ? നമുക്ക് നിങ്ങൾക്കറിയാം, ഈക്കോല മുതലായിരിക്കുന്ന ഒരുപാട് രോഗാണുക്കൾ. അത് മാത്രമല്ല, വേറെ നിരവധി ശരീരത്തിന് പറ്റാത്ത രോഗാണുക്കൾ അതിനകത്തുണ്ട്. അപ്പം ജലം കേടുവന്നു, ഭൂമി കേടുവന്നു, വായുവും കേടുവരുന്നു. ഈർപ്പം കൂടുതലായിരിക്കുന്ന അന്തരീക്ഷത്തിൽ രോഗാണുക്കൾ കൂടുതലായിട്ട് വളരുന്നു. അപ്പം ആ അന്തരീക്ഷത്തിൽ, ആ ഭൂമിയിൽ ജീവിക്കുന്ന പക്ഷിമൃഗാദികൾക്കും മനുഷ്യർക്കും രോഗങ്ങൾ കൂടുന്നു, പകർച്ചവ്യാധികൾ കൂടുന്നു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു രക്ഷ ഉണ്ടോ എന്നുള്ളത് ആചാര്യന്മാർ ആലോചിച്ചപ്പോൾ കണ്ടെത്തിയ ഒരു പരിഹാരം കർക്കിടകത്തിലെ പ്രത്യേക തരത്തിലുള്ള ജീവിതചര്യ. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ ജനറൽ പൊതുവായിട്ട് പറയാവുന്ന കാര്യം എന്താ വെച്ചാൽ, കർക്കിടകത്തിൽ കഴിയുന്നിടത്തോളം ആഹാരം വളരെ ശ്രദ്ധിക്കുക. മത്സ്യമാംസാദികൾ പൊതുവേ വർജിക്കുക. ചൂടായിട്ടുള്ള ഫ്രഷായിട്ടുള്ള ആഹാരം കഴിക്കുക. ചൂടുവെള്ളം മാത്രം കുടിക്കുക. ആഹാരത്തിൻ്റെ അളവ് കൃത്യതയോടെ പരിമിതപ്പെടുത്തുക. ദഹനം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് ദഹനം കൂട്ടുന്ന തരത്തിലുള്ള ഇഞ്ചി, കുരുമുളക് മുതലായ സാധനങ്ങൾ, വെളുത്തുള്ളി മുതലായതൊക്കെ കൂടുതൽ ചേർക്കുക. നമ്മൾ പണ്ടൊക്കെ മുതിരച്ചാറ് കഴിക്കുമായിരുന്നു നാട്ടിൻപുറത്തേക്ക്. ഇപ്പം മുതിര തന്നെ നാട്ടിൽ കിട്ടാനില്ല, അല്ലേ? മുതിരച്ചാറ് എൻ്റെ അച്ഛനൊക്കെ കഴിക്കുമായിരുന്നു. കർക്കിടകത്തിൽ ദിവസവും രാത്രി മുതിരച്ചാറ് കൂട്ടുമായിരുന്നു. ആ മുതിര അടുത്ത ദിവസം തോരനായിട്ട് അമ്മ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. മുതിരയൊക്കെ വളരെ വളരെ നല്ലതാണ് കർക്കിടകത്തിൽ. പിന്നെ പറ്റുമെങ്കിൽ നിത്യം നല്ലെണ്ണയോ അല്ലെങ്കിൽ ധന്വന്തരം കുഴമ്പോ സഹചരാതി കുഴമ്പോ അങ്ങനെ എന്തെങ്കിലും ഓരോരുത്തർക്ക് പറ്റിയ തരത്തിലുള്ളത് ദിവസവും ദേഹത്ത് തേച്ച് കുളിക്കുക. ഒരു മിതമായ വ്യായാമേ കർക്കിടകത്തിൽ പാടുള്ളൂ, അമിതമായിട്ട് പാടില്ല. പിന്നെ ഈ കർക്കിടക കഞ്ഞി എന്ന് പറയുന്ന സാധനം കുടിക്കാം. 7 ദിവസം, 14 ദിവസം, 30-31 ദിവസവും കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ഒരു നേരത്തെ ആഹാരമായിരിക്കണം ഈ കർക്കിടക കഞ്ഞി. അപ്പം മറ്റു നേരത്തെ ആഹാരങ്ങൾ വളരെ ലഘൂകരിക്കണം. രാവിലെ കർക്കിടക കഞ്ഞി കുടിച്ചിട്ട് ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി അടിച്ചാൽ ശരിയാവില്ല.
കാരണം നമ്മളെ ദഹനത്തിന് പറ്റൂല അത്. അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, ഒരു വെജിറ്റേറിയൻ ആഹാരമാണ് ഏറ്റവും ഉത്തമം കർക്കിടകത്തിൽ. അപ്പോൾ ഒരു നേരത്തെ ആഹാരം കർക്കിടകക്കഞ്ഞി. കർക്കിടകക്കഞ്ഞിക്ക് വിവിധങ്ങളായിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇന്ന് മാർക്കറ്റിലുണ്ട്. ചിലർ പത്തിലക്കറി ചേർക്കും, പിന്നെ ദശമൂലം, പഞ്ചകൂലം, ഉലുവ, മുതിര, വെളുത്തുള്ളി, ഇങ്ങനെ നിരവധി സാധനങ്ങൾ ഓരോ വൈദ്യന്മാർ അവനവൻ്റെ യുക്തിക്ക് അനുസരിച്ച് ചേർക്കുന്നുണ്ട്. ഇതിലെന്താ വെച്ചാൽ ഈ മരുന്ന് കൂട്ടങ്ങൾ നവരയരി അല്ലെങ്കിൽ പൊടിയരി അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പം, റാഗി, ഇപ്പൊക്കെയാണെങ്കിൽ ഓട്സ്, ഇതിലേതെങ്കിലുമൊക്കെ ചേർത്ത് നമുക്കൊരു കഞ്ഞി ഉണ്ടാക്കാം. അതിൽ സാധാരണ വ്യക്തികളാണെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ദഹനം കുറഞ്ഞ വ്യക്തികളാണെങ്കിൽ തേങ്ങാപ്പാൽ കുറച്ച് ചേർക്കരുത്. പ്രമേഹം ഉള്ളവരാണെങ്കിൽ മധുരം ചേർക്കരുത്, ശർക്കര ചേർക്കരുത്. പ്രമേഹം ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് മധുരം ചേർക്കാം. അത് ഒരു നേരത്തെ ആഹാരം അതാവുക. പിന്നെ ഈ പരിപാടി തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിലുള്ള ആദ്യത്തെ 2-3 ദിവസം വയറൊന്ന് ഇളക്കുക. ശരീരത്തിൽ കുടലിലുള്ള കെട്ടിക്കിടക്കുന്ന കേടുപാടുകൾ മുഴുവൻ നമ്മൾ മരുന്ന് കൊണ്ട് ഇളക്കിക്കളയണം. കാരണം ഒരു വേസ്റ്റായിട്ടുള്ള, കൂടുതൽ വേസ്റ്റ് കളക്ട് ചെയ്ത സ്ഥലത്ത് വീണ്ടും നമ്മൾ നല്ല സാധനം കൊണ്ടിട്ട് അതും വേസ്റ്റായി പോവുകയുള്ളൂ. അപ്പോൾ ഒരു ആദ്യത്തെ 2 ദിവസമോ 3 ദിവസമോ ആവണക്കെണ്ണ കഴിക്കുക, ത്രിഫല കഴിക്കുക, അല്ലെങ്കിൽ അവിപത്തി ചൂർണം കഴിച്ച് ഒരു നല്ല വിരേചനം, വയറിളക്കം ചെയ്തിട്ട് വേണം ഈ ഔഷധക്കഞ്ഞി നമ്മൾ ശീലിക്കാൻ തുടങ്ങേണ്ടത്. അപ്പം അത് ശീലിക്കുന്ന സമയത്ത് പറ്റുന്നിടത്തോളം ദേഹത്ത് നല്ല എണ്ണ മുതലായി തേച്ച് കുളിക്കുകയും ചെയ്യാം. ഇത് ഓരോരുത്തരുടെ ചുറ്റുപാടനുസരിച്ച് 7-14, ചുരുങ്ങിയത് 7 ദിവസം. ഈ 7 ദിവസം മരുന്ന് കഴിച്ചാൽ ബാക്കി 365 ദിവസത്തേക്കും രോഗങ്ങൾ ഇല്ലാണ്ടാവുമോ? ഇല്ല. അങ്ങനെയൊന്നും ഞങ്ങൾ ആയുർവേദം പറയുന്നില്ല. അതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. അങ്ങനെയുള്ളൊരു ചിട്ടയായ ജീവിതം നിങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങളും ചെയ്താൽ നിങ്ങൾക്കൊരു പരിധിവരെ രോഗങ്ങൾ വരാതിരിക്കും. ആയുർവേദത്തിൽ വളരെ പറയുന്നുണ്ട്, പാരമ്പര്യജന്യങ്ങളായ ബീജദോഷങ്ങളായിട്ടുള്ള പാരമ്പര്യ രോഗങ്ങളൊക്കെ നിരവധിയുണ്ട് സുഹൃത്തുക്കളെ. പ്രമേഹം പാരമ്പര്യ രോഗമാണെന്ന് ആയുർവേദം പറയുന്നു. 2000 വർഷം മുമ്പേ എഴുതിയ ആയുർവേദ ഗ്രന്ഥം ഞാൻ പഠിച്ച പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പ്രമേഹം മാറില്ല. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മാറാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ കൂടെ അങ്ങനെ വരും, ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ പോലെ. അപ്പം ആത്മാർത്ഥ സുഹൃത്തിനെ നമ്മൾ ലാളിച്ച് പരിലാളിച്ച് കൊണ്ട് നടക്കണം. തെറ്റി അവൻ തെറ്റി, നല്ല അടി കിട്ടും. അതാണ് പ്രമേഹത്തിനെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാതിരുന്നാൽ പ്രശ്നമാണ്. അതങ്ങനെ പോകും, നമ്മൾ ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ലാണ്ട് പോകും. ശ്രദ്ധിക്കാതെ കണ്ട് തോന്നുന്ന വഴി നടക്കുമ്പോഴാണ് ബ്ലഡ് ഷുഗർ കൂടുന്നത്, തലയിറ്റ് വീഴുന്നു, അല്ലെങ്കിൽ കിഡ്നി എഫക്റ്റഡ് ആവുന്നു, കണ്ണ് എഫക്റ്റഡ് ആവുന്നു. പ്രമേഹത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടവരാണ് ഇവിടെ പ്രമേഹ രോഗികൾ വല്ലവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കണ്ണ്, കിഡ്നി, ഞരമ്പുകൾ, പിന്നെ ശരീരത്തിൻ്റെ മൊത്തം ബാധിക്കും. കുടല്, ന്യൂറോപ്പതികൾ, ഒരുപാട് ന്യൂറോപ്പതികൾ വരും. ഇതൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊന്നും തിരിച്ചുപോക്കില്ല. ആയുർവേദത്തിലും അതിന് തിരിച്ചുപോക്കില്ല, ചികിത്സയില്ല. ഷുഗർ കൺട്രോൾ ചെയ്യുക ഏറ്റവും ഉത്തമം. അതിന് നമുക്ക് ഇന്ന് ബ്ലഡ് ഷുഗർ ഫാസ്റ്റിംഗ് നോക്കാം, ആഫ്റ്റർ ഫുഡ് നോക്കാം, HbA1c നോക്കാം. ഇതിനൊക്കെ നമ്മൾ പിടിച്ച് ആ ഒരു നോർമൽ ലെവലിൽ നിർത്തിയില്ലെങ്കിൽ പ്രമേഹ രോഗികളുടെ ഒരു കോളനിയാണ് കേരളം ആവാൻ പോണത്. വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ്. ബ്ലഡ് ഷുഗർ മാറുന്നത് കൊണ്ട് തന്നെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ മാറും. ലിവർ ഫങ്ഷൻ തകരാറായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാറ്റി ലിവർ, പിന്നെ കുടലിൻ്റെ ചലനമൊക്കെ കുറയും. നമ്മൾ എന്ത് കഴിച്ചാലും വയറിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും, ഗ്യാസായിട്ട് ഇങ്ങനെ വരും. കോൺസ്റ്റിപ്പേഷൻ, വയറ്റിൽ നിന്ന് പോവില്ല. പ്രമേഹ രോഗികൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം കോൺസ്റ്റിപ്പേഷൻ. കാരണം കുടലിൻ്റെ ചലനമില്ല, ശരിക്ക് ദഹിക്കുന്നില്ല, ചലനമില്ല. അതുകൊണ്ട് വയറ്റിൽ എന്ത് കഴിച്ചാലും കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ സ്ഥിരമായിട്ട് വയറ്റിൽ നിന്ന് പോകാനുള്ള മരുന്നുകൾ നമ്മൾ കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. പിന്നെ പോകെ നമുക്ക് കിഡ്നി എഫക്റ്റഡ് ആവും, ഹാർട്ട് എഫക്റ്റഡ് ആവും. കാലിൻ്റെ അടിയിലൊക്കെ നമുക്കൊരു പതപതം പോലെ, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഇപ്പോൾ ചവിട്ടുന്നത് പോലെ ബേണിങ് സെൻസേഷൻ, ഡയബറ്റിക് ന്യൂറോപ്പതി. ഇതൊന്നും ഞങ്ങളുടെ അടുത്തും പരിഹാരമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാതിരിക്കണമെങ്കിൽ പ്രമേഹം എന്ന് പറയുന്ന ആ മാരക രോഗത്തെ, അച്ഛനും അമ്മയ്ക്കും ഷുഗർ ഉണ്ടെങ്കിൽ മക്കൾക്ക് 100% പ്രതീക്ഷിക്കാം ഷുഗർ ഉണ്ടാകും.
അവർ ആദ്യം മുതൽക്ക് തന്നെ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രമേഹം എന്ന് പറഞ്ഞപ്പോൾ ഓരോ വീട്ടിലും നമ്മൾ ഒരു മാസം എത്ര കിലോ പഞ്ചസാര മേടിക്കുന്നുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊക്കെ ഗൃഹസ്ഥരായിട്ടുള്ള ആൾക്കാരാണ്. ഓരോ വീട്ടിലും നമ്മൾ ഒരു മാസം എത്ര കിലോ, ഒരു വ്യക്തിക്ക് ചുരുങ്ങിയത് 1 കിലോ പഞ്ചസാര വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? ഷുഗർ ഉള്ളവരും കഴിക്കും. ഒരു ചായ 1 സ്പൂൺ പഞ്ചസാര, അത് രാവിലെ നിർബന്ധം. അതിൽ ഞാൻ പഞ്ചസാര ഇടും. വൈകുന്നേരത്തെ ചായക്ക് എനിക്ക് വേണ്ട. പഞ്ചസാര ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളൊരു സാധനം. എന്നാൽ ശർക്കര കഴിച്ചാൽ ശർക്കരയും വലിയ മെച്ചമൊന്നുമില്ല. അമ്പലത്തിലെ പ്രസാദം 2 സ്പൂൺ, വല്ലപ്പോഴും ഒക്കെ പ്രസാദം നമ്മൾ കഴിക്കാം. അത് സ്ഥിരം പ്രസാദമായ സംഗതി ശരിയാവില്ല. അപ്പം മധുരം നമ്മൾ അമിതമായിട്ട് കഴിക്കണത് ശരിയല്ല. മനസ്സിലാക്കണം, ഈ മധുരത്തിൽ കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതൽ. നമ്മൾ ചോറിലും വരുന്നത്, ഇഡ്ഡലി ദോശയിലൊക്കെ വരുന്നത് കാർബോഹൈഡ്രേറ്റ്. ഇതെല്ലാം നമുക്ക് ഷുഗറിനെ വർദ്ധിപ്പിക്കാനുള്ള സാധനങ്ങളാണ്. മധുരത്തിൻ്റെ ഉപയോഗം നമ്മൾ നിയന്ത്രിക്കണം. ഇതുപോലെ തന്നെയാണ് ബേക്കറി സാധനങ്ങളുടെ ഉപയോഗവും. ഇതൊക്കെ നിത്യജീവിതത്തിലുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒന്നുകൂടി അത് പറയാണ്. വേറെ ആൾ പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ബേക്കറി മേടിക്കാറുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അല്ലേ? മിക്സ്ചർ, മുറുക്ക്, ജിലേബി, ലഡു. കുട്ടികൾക്കൊരു ടൈപ്പ്, വലിയ ആൾക്കാർക്ക് വേറൊരു ടൈപ്പ്. 2-3 തരത്തിലുള്ള ഡബ്ബ നിറച്ച് സാധനങ്ങൾ, ബേക്കറി സാധനങ്ങൾ, അല്ലേ? എരിവുള്ള മിക്സ്ചർ, എരിവില്ലാത്ത മിക്സ്ചർ. ഇതൊക്കെ കൂടാതെ കണ്ട് നമ്മൾ വീട്ടിൽ അമ്മമാരുണ്ടാക്കുന്ന ഉണ്ണിയപ്പവും മറ്റുള്ള അപ്പങ്ങളൊക്കെ വേറെ. പുറത്തുനിന്ന് മേടിക്കുന്ന ബേക്കറി ഐറ്റംസ്. ആരെങ്കിലും ബേക്കറി നടത്തുന്നുണ്ടായിരുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. നമുക്ക് സ്വകാര്യമായിട്ട് സംസാരിക്കാം. ബേക്കറി നടത്തുന്നവരോട് എന്നോട് ദേഷ്യപ്പെടരുത്. നമ്മൾ ബേക്കറി ഏറ്റവും ഡേഞ്ചറായ സാധനമാണ്. എറണാകുളത്തെ ഒരു പ്രശസ്ത ക്യാൻസർ രോഗ വിദഗ്ധൻ സ്റ്റേജിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാണ്. കേരളത്തിൽ മദ്യനിരോധനമല്ല വേണ്ടത്, ബേക്കറി നിരോധനമാണ്. ബേക്കറിയാണ് നിരോധിക്കേണ്ടത്. അതിലുപയോഗിക്കുന്ന വസ്തുക്കൾ, കെമിക്കൽസ്, ആർട്ടിഫിഷ്യൽ കളേഴ്സ്, ഫ്ലേവേഴ്സ്, സ്വീറ്റ്നേഴ്സ്, മൈദ മുതലായ, കടലമാവ് മുതലായ സാധനങ്ങൾ, ഇതെല്ലാം എണ്ണയിലും മറ്റും ഉണ്ടാക്കി ചേർത്ത് നമ്മളെ കയ്യിൽ വരുന്ന ഏറ്റവും സുന്ദരമായ സാധനങ്ങൾ കഴിച്ചാൽ ഉറപ്പാണെന്ന് അദ്ദേഹം പറയുന്നു. ഉറപ്പാണ്, നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാകും. ഒട്ടെ ഒരു വലിയ ആൾക്കാരെ കഴിച്ചു. നമ്മൾ ഈ ബേക്കറി തന്നെ ഈ പ്രായത്തിലുള്ള ഈ കൊച്ചുമകൾക്ക് വരെ നമ്മൾ നിർബന്ധിച്ചു കൊടുക്കും, ഇല്ലേ? കൊച്ചുമകളോട് കഴിച്ചോളൂ മോളെ, ലഡുവാണ്, ജിലേബിയാണ്, കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത, വിവരമില്ലാത്ത ഈ കൊച്ചു കുട്ടിയെ വരെ നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു ആദ്യം. കുറേ കഴിഞ്ഞാൽ മുത്തശ്ശി എനിക്ക് മിക്സർ താ, ജിലേബി താ, എന്നാലും ഞാൻ ഇഡ്ഡലി കഴിക്കാം, ദോശ കഴിക്കാം. നീ കുട്ടികളെ പറയുന്നില്ലേ? നമ്മൾ കൊച്ചു കുട്ടികൾക്ക് പോലും നമ്മളെ കൊടുത്ത് അവരുടെ ഭാവി വാഗ്ദാനങ്ങൾ രോഗികളാക്കി തീർന്നു. അവരെ ശരീരം കേടുവരുത്തേണ്ട നമ്മൾ അറിഞ്ഞുകൊണ്ട്. നമ്മൾ പുറത്തു പോയി ഒരു ചോക്ലേറ്റ് മേടിച്ചു, ഞാൻ കഴിക്കണ്ട, കുട്ടിക്ക് കൊടുക്കാം, അല്ലേ? പേരക്കുട്ടി ഉണ്ട് വീട്ടിൽ, ഒരു ചോക്ലേറ്റ് മേടിച്ച് പേരക്കുട്ടിക്ക് കൊടുത്തു. അതെന്താ അവനവൻ കഴിക്കാത്തത്? ഈ ചോക്ലേറ്റ് അത്ര നല്ല സാധനങ്ങളാണോ? നിങ്ങൾ ആലോചിക്കണം. നമ്മളെ ചുറ്റുമുള്ള ആഹാര പദാർത്ഥങ്ങൾ കേടുള്ളതും കേടില്ല. ഞാൻ അടക്കി എല്ലാത്തിനെയും പറയുകയല്ല കേട്ടോ, സോറി, അങ്ങനെ തെറ്റിദ്ധരിക്കാൻ. പക്ഷെ നമ്മുടെ പ്രവണത അങ്ങനെയായിട്ട് മാറുകയാണ്. നമ്മൾ ഓരോ ദിവസം നമ്മൾ വീട്ടിൽ എത്ര ഗ്രാം ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട്? ഒരു മനുഷ്യ ശരീരത്തിന് ഒരു ദിവസം എത്ര ഗ്രാം ഉപ്പ് വേണം? വല്ല ഐഡിയ ഉണ്ടോ ആൾക്കാർ? എൻ്റെ അഭിപ്രായം പറയാം. ഒരു വ്യക്തി, ഒരു മനുഷ്യ ശരീരത്തിന് ഒരു ദിവസം, നിങ്ങളെപ്പോലുള്ള ഒരാൾക്ക് ഒരു ദിവസം എത്ര ഉപ്പ് ഉപയോഗിക്കാം? WHO കണക്ക് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അവർ സയൻറ്റിഫിക് ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ട് അവർ പറയുകയാണ്, ഒരു മനുഷ്യ ശരീരത്തിന് സാധാരണ ആക്ടിവിറ്റി പ്രവർത്തനങ്ങളുള്ള ഒരു വ്യക്തിക്ക് 4 ഗ്രാം ഉപ്പേ വേണ്ടു. അത് 3 ആക്കിയാൽ നല്ലത്, 4 ഗ്രാം. അതേസമയം നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഉപ്പ് എത്രയാണെന്നറിയോ? 10 ഗ്രാം.
10 ഗ്രാം ഉപ്പ് നമ്മൾ ഒരു ദിവസം കഴിക്കുന്നുണ്ട്. വിവിധ ആഹാര പദാർത്ഥങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിന് വേണ്ടത് 4 ഗ്രാമാണ്. ബാക്കിയുള്ള 6 ഗ്രാം രോഗകാരിയായിട്ട് തീരുകയാണ്. വെറുതെ പറഞ്ഞല്ല, ഉപ്പിൻ്റെ ഉപയോഗം, കൺസംഷൻ കുറച്ച് വളരെ വിദഗ്ധമായി പല സ്ഥലങ്ങളിലും സ്റ്റഡി നടത്തിയവർ. അപ്പോൾ അവർക്ക് കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹൃദ്രോഗ സംബന്ധമായ മറ്റു പ്രശ്നങ്ങളും വളരെയധികം കുറഞ്ഞു, വെറും ഒരു ഉപ്പിൻ്റെ നിയന്ത്രണം കൊണ്ട്. നമുക്ക് ഭക്ഷണത്തിൽ ഉപ്പിടണം, മേശപ്പുറത്ത് ടേബിൾ സാൾട്ട് വെക്കണം, സാമ്പാറിൽ കുറച്ച് ഉപ്പ് അധികം ഇടും, ഉപ്പിലിട്ടത്, പപ്പടം, കൊണ്ടാട്ടമുളക്, ഇല്ലേ? എത്ര തരത്തിൽ നമ്മൾ ഒരു ദിവസം ഉപ്പ് ശരീരത്തിലേക്ക് കയറ്റുന്നു. ഇതെല്ലാം രോഗകാരിയായിട്ട് തീരുകയാണ്. എല്ലാം വേണം, ഉപ്പിലിട്ടതൊക്കെ കഴിക്കാം, പക്ഷെ മൊത്തം ഉപ്പിൻ്റെ ഉപയോഗം കുറച്ചേ പറ്റൂ. ആയുർവേദമൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അമിതമായി ലവണം ഉപയോഗിക്കരുത്, നിങ്ങളെ ധാതു നശിച്ചു പോകുന്നു, ക്ഷയം വരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പം ഇങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരുപാട് ജീവിതചര്യകൾ എല്ലാം ഒരു മാറ്റം ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ നാളെ രോഗികളാവുകയാണ്. രോഗിയായ എന്താ, എനിക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ഇപ്പോഴത്തെ ആൾക്കാരുടെ പറച്ചിൽ മുഴുവൻ അതാ, ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അപ്പോൾ ഇൻഷുറൻസ് കവറേജ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് രോഗിയായ എല്ലാം രക്ഷപ്പെടുമോ? സഫർ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയല്ലേ, ബുദ്ധിമുട്ടേണ്ട നിങ്ങൾ തന്നെയല്ലേ. ഇൻഷുറൻസ് കവർ ചെയ്താൽ ഷുഗർ മാറുമോ, പ്രഷർ മാറുമോ, ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറ്റി കിട്ടുമോ ജീവിതകാലം മുഴുവൻ? അത് താൽക്കാലികമായ നമുക്കൊരു സാമ്പത്തിക സഹായം മാത്രമേ നമുക്ക് ഇൻഷുറൻസ് കൊണ്ടുള്ളൂ. പക്ഷേ ജീവിതകാലം മുഴുവൻ നമ്മൾ ഗുളിക കഴിച്ച് ഇങ്ങനെ നടക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. നമ്മൾ അങ്ങനെ നടക്കണോ വേണ്ടയോ? പണ്ടത്തെ ജീവിതചര്യ തന്നെ വളരെ വ്യത്യാസം. അതുകൊണ്ട് അന്നത്തെ പോലെ നമ്മൾ നടക്കണമെന്നോ കുറേ ഇതായിട്ട് ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കണതൊന്നും ഞങ്ങൾ പറയുന്നില്ല. നമ്മൾ പറയണത് മിതമായ തരത്തിൽ ജീവിതം ഒന്ന് ക്രമപ്പെടുത്തു. ആഹാരചര്യ, ദിനചര്യ, ഋതുചര്യ, ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന രോഗങ്ങൾക്കാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയോ, ഇന്ന് കാണുന്ന 75% രോഗങ്ങൾക്കും ചികിത്സ ആവശ്യമില്ല ചികിത്സ. ഇന്നിപ്പോൾ എൻ്റെ അടുത്തൊരു കുട്ടീനെ കൊണ്ടൊരു അച്ഛനും വന്നു. കുട്ടിക്ക് മൂക്കുന്ന് ഒലിക്കുന്നു, അത്രേ ആയിട്ടുള്ളൂ, അതിന് മരുന്ന് വേണം. ഇപ്പോൾ വന്ന സ്ഥിതിക്ക് ഞാൻ മരുന്ന് എഴുതി കൊടുത്തു. ഇന്നലെ വേറൊരു കുട്ടി വന്നിരുന്നു. അവർ നേവിയിൽ വർക്ക് ചെയ്യുന്ന ഫാമിലിയാണ്. ആ കുട്ടിക്ക് 4 വയസ്സായി. അവരാണ് ഇന്നേ തീയതി വരെ അലോപ്പതി മരുന്ന് കൊടുത്തിട്ടില്ല, ഒരു മരുന്നും കൊടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് ആയുർവേദത്തിന് വരണത്. ഞാൻ ചോദിച്ചു, അതെങ്ങനെ പറ്റി, അതെങ്ങനെ സാധിച്ചു? അപ്പം ജലദോഷം, തുമ്മൽ, പനിയൊക്കെ വരല്ലേ. വരും, ഞങ്ങൾ മരുന്ന് കൊടുക്കില്ല ഞങ്ങൾ. അപ്പം അവർ 4 വയസ്സായ കുട്ടിക്ക് ഇതുവരെ ഒരു മരുന്നും കൊടുത്തിട്ടില്ല. അപ്പം എന്തിനാ എൻ്റെ അടുത്ത് വന്നത്? ജനറൽ ഇമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ആയുർവേദം ഉണ്ട്, തന്നോളൂ, കഴിക്കാം. ഇന്ന് വന്ന കുട്ടിക്കും 1.5 വയസ്സായിട്ടുള്ളൂ. ജലദോഷം മൂക്കുന്നിങ്ങനെ ഒലിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അവർ ചികിത്സിക്കാൻ തുടങ്ങി. ജലദോഷം മുതലായ പൊതുവായിട്ടുള്ള ഇൻഫെക്ഷൻസ് കുട്ടികൾക്ക് ഉണ്ടാകും. കാരണം കുട്ടികളുടെ ബാല്യകാലം എന്ന് പറയുന്നത് കഫരോഗങ്ങളുടെ സമയമാണ്. മധ്യവയസ്സ്, യുവാവസ്ഥ, പിത്തരോഗങ്ങളുടെ സമയമാണ്. വാർദ്ധക്യം, വൃദ്ധാവസ്ഥ, വാതരോഗങ്ങളുടെ സമയമാണ്. അപ്പോൾ കുട്ടികൾക്ക് ബാല്യത്തിൽ കഫജന്യമായ നിരവധി രോഗങ്ങൾ ഉണ്ടാകും. അതിൽ വളരെ കോമൺ ആണ് ഈ ജലദോഷം, തുമ്മൽ, മൂക്കടപ്പൊക്കെ. അതൊരു ഇൻഫെക്ഷൻ ശരീരത്തിൽ കയറിയാൽ ആദ്യം തന്നെ കുട്ടികൾക്ക് ശരീരത്തിൽ കാണുന്ന ഒരു ലക്ഷണമാണ്. ഈ ഇൻഫെക്ഷൻ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് രോഗപ്രതിരോധ ശക്തി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിന് കയറി നിങ്ങൾ ആദ്യം തന്നെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് ചികിത്സിച്ചാൽ ഈ ശരീരത്തിന് പ്രതിരോധ ശക്തി ഒരിക്കലും ഉണ്ടാകും. അതിങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ സീരിയസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. സ്കൂളുകൾ ഇല്ലാത്ത കുറേ വെക്കേഷൻ സമയത്തൊക്കെ പൊതുവെ കുട്ടികൾക്ക് അസുഖം കുറയും. സ്കൂൾ തുറന്നു ആദ്യത്തെ ആഴ്ച എരിയായി അസുഖം. കൊറോണ കാലത്ത് കുട്ടികൾക്ക് അസുഖങ്ങളൊക്കെ കുറവായിരുന്നു. അവരെങ്ങും പോയിട്ടില്ല, ഇൻഫെക്ഷൻ കിട്ടിയിട്ടില്ല. അല്ലാണ്ട് രോഗപ്രതിരോധ ശക്തി വർദ്ധിച്ചതല്ല.
അപ്പോൾ കുട്ടികളിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ അസുഖങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെറിയ ഗൃഹവൈദ്യത്തിലൊക്കെ പറയണ കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ചികിത്സിച്ച് അനാവശ്യമായിട്ട് ആയുർവേദ അലോപ്പതി മരുന്നുകൾ കഴിക്കാൻ പാടില്ല. അവിടെ എന്താ പൂജ നടക്കണം? പൂജയുടെ ഇതാണോ? അപ്പോൾ അനാവശ്യമായിട്ടുള്ള മെഡിക്കേഷൻസ്, ഔഷധ സേവ നമുക്ക് നിർത്താൻ പറ്റും. ഇതുപോലെ തന്നെയാണ് എല്ലാ രോഗങ്ങളും. ഞാൻ നേരത്തെ പറഞ്ഞു 75% ചികിത്സ വേണ്ടാത്തത് ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. ബോംബെയിൽ ഒരു ഗവേഷണം നടന്നു. ധാരാവി തെരുവിലുള്ള കുട്ടികളിലും ഫ്ലാറ്റിൽ താമസിക്കുന്ന കുട്ടികളിലും, ധാരാവി താമസിക്കുന്ന കുട്ടികൾ, ജനിച്ചു വളർന്ന കുട്ടികൾക്ക് രോഗപ്രതിരോധ ശക്തി വളരെ കൂടുതലാണ്. അതേസമയത്ത് ഫ്ലാറ്റിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് രോഗപ്രതിരോധ ശക്തി ഇല്ല. ഫ്ലാറ്റിലൊക്കെ വലിയ 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 പണക്കാരാണ് ജീവിക്കുന്നത്, എന്തും നടക്കും അവർക്ക് രോഗപ്രതിരോധ ശക്തിയില്ല. ധാരാവിയിലെ കുട്ടികൾ അവർ മരുന്നും കഴിക്കില്ല, ഒന്നും കഴിക്കില്ല, കിട്ടിയതൊക്കെ കഴിക്കും, അവർക്ക് നല്ല രോഗപ്രതിരോധ ശക്തിയാണ്. അപ്പം നമ്മൾ ഓവറായിട്ട് അമിതമായിട്ട് ശരീരത്തിൻ്റെ ഇങ്ങനെയുള്ള സൂചനകൾക്ക് വേണ്ടിയും നമ്മൾ മരുന്ന് കൊടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ തത്വം. കുട്ടികളുടെ അസുഖങ്ങളാണ് നമുക്ക് എപ്പോഴും കൺസേൺ ആണ്, ആവലാതിയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്നല്ല പറയേണ്ടത്. ജലദോഷം മുതലായ കാര്യങ്ങളാണെങ്കിൽ നെഞ്ചിൽ കഫം ഊറുന്നുണ്ടോ, ചുമച്ച് കട്ടിക്കഫം വരുന്നുണ്ടോ, കുറുങ്ങലുണ്ടോ, പനി 100-101 മേലെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ചെവി വേദനയുണ്ടോ, മറ്റ് ജനറലായിട്ടുള്ള ആഹാരം കഴിക്കുന്നത് കുറഞ്ഞു പോയോ, കുട്ടി ക്ഷീണമായിട്ട് കിടക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമ്മൾ കുട്ടിയെ എടുത്ത് ചികിത്സിക്കണം. അപ്പം ഇങ്ങനെയാണ് പല പല രോഗങ്ങളും. വലിയ ആൾക്കാർക്കും ജലദോഷം വന്നാൽ നമ്മൾ ഉടനെ എടുത്ത് ഡോളോ കഴിച്ചു, പാരസെറ്റമോൾ കഴിച്ചു, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും മരുന്നുകൾ മേടിച്ച് കഴിച്ചു. ഓവർ ദി കൗണ്ടർ മെഡിക്കൽ ഷോപ്പിൽ പോയാൽ ആൻറ്റിബയോട്ടിക്സ് വരെ നിങ്ങൾക്ക് അവർ തരും. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് വരുത്തുന്ന സാധനങ്ങളാണ്. ബാക്കിയുള്ള 25%-ൽ ഒരു 5% രോഗികൾക്ക് നിങ്ങൾ എന്ത് ചികിത്സിച്ചിട്ടും കാര്യമില്ല. ഒരു 5% ശസ്ത്രക്രിയയാണ്. ബാക്കിയുള്ള ഒരു 15% മാത്രമേ ഔഷധം കൊണ്ട് കുറേയൊക്കെ മെച്ചപ്പെടുള്ളൂ. കാണുന്ന രോഗങ്ങളിൽ കഴിയുന്നിടത്തോളം നമ്മൾ ഔഷധ സേവ കുറച്ച് ആഹാരചര്യ, ജീവിതചര്യ ക്രമപ്പെടുത്തി മാറ്റി എടുക്കാവുന്നതാണ്. ഞങ്ങളുടെ അടുത്തൊക്കെ രോഗികൾ വന്നാൽ ഞങ്ങൾ കിഴിപ്പഴ മുതലായ കാര്യങ്ങൾ പറയും. അതിന് ശരീരത്തിനെ ശുദ്ധി ചെയ്യുന്ന പഞ്ചകർമ്മം എന്നുള്ള ഒരു പ്രധാന ചികിത്സാ പദ്ധതി ആയുർവേദത്തിന് മാത്രമായിട്ടുള്ളതാണ്. വമന, വിരേചനം, വസ്തി, നസ്യം, രക്തമോക്ഷം, ഇതൊക്കെ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ലളിതമായിട്ട് വയറിളക്കലൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. ആയുർവേദ മരുന്ന് നിങ്ങൾ ഏത് കഴിക്കുമ്പോഴും ഒരു ആഹാരചര്യ നിങ്ങൾ ഫോളോ ചെയ്യണം. പലരും ആയുർവേദം പഥ്യം പറയുന്നു എന്ന് പറഞ്ഞ് ആയുർവേദ ഔഷധ സേവ വേണ്ടാന്ന് പറഞ്ഞിട്ട് മാറ്റിക്കളയുന്ന ഒരു കാലഘട്ടത്താണ് ഇപ്പം ഞങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പഥ്യമൊന്നും പറയാറായി, ഇല്ലാണ്ടേ പഥ്യം പറയുന്നത് വളരെ കുറച്ചു. കാരണം ഉള്ള കസ്റ്റമർ തന്നെ പോകുന്നെന്നുള്ള ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. എറണാകുളത്തൊക്കെ ആണെങ്കിൽ മത്സ്യം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, തല വെട്ടിക്കരുത് അവർ. എറണാകുളത്തെ മത്സ്യത്തിന് അത്രയും പ്രിയമാണ്. മത്സ്യം കഴിക്കണ്ട എന്നൊന്നല്ല പറയുന്നത്, ലഘുവായിട്ടുള്ള ദഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മത്സ്യമാംസാദികൾ കഴിക്കൂ. നമ്മളിപ്പോൾ മത്സ്യം, ചിക്കൻ, മട്ടണൊക്കെ കഴിക്കുന്നത് എങ്ങനെയാണ്? നല്ലോണം വറുത്ത് പൊരിച്ച് നന്നായിട്ട് മസാലയൊക്കെ ചേർത്ത് അങ്ങനെയല്ലേ നമ്മൾ മത്സ്യമാംസാദികളൊക്കെ കഴിക്കണത്. നമ്മളിന്ന് വിദേശത്ത് പോയി നോക്കൂ, ചിക്കനും ഫിഷും ഒക്കെ വെറുതെ സ്റ്റീം ചെയ്ത് വേവിച്ച് കുരുമുളക്, ചുക്കുപൊടി, മസാല ഇതൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിരിക്കും. നമുക്ക് ആവശ്യമുള്ളത് കുറേശ്ശെ എടുത്ത് കഴിക്കാം. മത്സ്യമാംസങ്ങൾ ഇത്രയും കേടുവരുത്തി കഴിക്കുന്ന ഒരു സമൂഹം നമ്മൾ ഇന്ത്യക്കാരാവും, കേരളക്കാരാവും. ഇതൊന്നും കഴിക്കണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പിന്നെ കഴിക്കുന്ന മരുന്ന് ശരിക്കും ദഹിച്ച് ശരീരത്തിൽ പിടിക്കണമെങ്കിൽ അതിൻ്റെ ഒരു അന്തരീക്ഷം കൊണ്ടല്ലേ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം. ഇംഗ്ലീഷ് മരുന്ന് പോലെയുള്ള അല്ല. അതുകൊണ്ട് ചെറുതായിട്ടുള്ള പഥ്യങ്ങളൊക്കെ ഞങ്ങൾ പറയും. പഞ്ചകർമ്മം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, മരുന്ന് കഴിക്കുക, പിന്നെ ഒഴിച്ചിൽ കിഴി മുതലായതൊക്കെ ചെയ്യുക. സന്ധിവേദനകളും കാര്യങ്ങളും, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, നടുവേദന, കഴുത്ത് വേദന, ഇതിനൊക്കെ ആയുർവേദമാണ് ദ ബെസ്റ്റ്. നടുവേദനയ്ക്കൊന്നും പോയി സർജറി ചെയ്യേണ്ട 90% കേസിനും ആവശ്യമില്ല. ഞങ്ങൾ ധാരാളം തൃക്കാക്കര ആശുപത്രിയിലും MG റോഡ് ഇവിടെ കൊട്ടക്കിൽ തന്നെ ധാരാളം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, PK വാര്യർ സാർ, ഞങ്ങളുടെ മാനേജിങ് ട്രസ്റ്റി ഡോക്ടർ PK വാര്യർ സാർ 101 വയസ്സിലാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളൂ.
അദ്ദേഹം 65 വർഷം ആര്യവൈദ്യശാലയുടെ മാനേജിങ് ട്രസ്റ്റി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ആയുർവേദമായിരുന്നു, ജീവിത ശൈലി. അത്ഭുതപ്പെടും നിങ്ങളൊക്കെ. കാര്യമായൊരു അസുഖം ഉണ്ടായിട്ടില്ല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒന്നുമില്ല. മരിക്കുന്നതിൻ്റെ ഒരു വർഷം, ആ കൊറോണ കാലമായിരുന്നു മരിച്ചത്, അതിൻ്റെ ഒരു വർഷം മുമ്പ് വരെ അദ്ദേഹം ആശുപത്രിയിൽ വന്ന് അത്യാവശ്യമുള്ള രോഗികളെ കണ്ട് എല്ലാ ആവശ്യമുള്ള റൂമിൽ റൗണ്ട്സ് ചെയ്ത് OP-യിൽ വന്ന് 15-20 രോഗികളെ നോക്കിയിരുന്നു. ഓഫീസിൽ ഉച്ചയ്ക്ക് ശേഷം പോവുമായിരുന്നു. 100-ാമത്തെ വയസ്സിലും കൂടി അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. രാവിലെ 4:30-5 മണിക്ക് എഴുന്നേൽക്കും, പല്ല് തേക്കും, കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു മിതമായ വ്യായാമം റൂമിൽ വെച്ച് ചെയ്യും. അദ്ദേഹം സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുമായിരുന്നു. വിശ്വസിക്കുക നിങ്ങൾ, 98-100 വയസ്സുള്ള ഒരു വ്യക്തി ഒരു മിതമായ വ്യായാമം ചെയ്യും. അത് കഴിഞ്ഞിട്ട് സഹസ്രനാമം ചെല്ലും, നാരായണീയം ചെല്ലും. അത് കഴിഞ്ഞ് അഷ്ടാംഗ ഹൃദയം, ഞങ്ങളുടെ ആയുർവേദ സംബന്ധിയായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കും. 7-7:30 ഒരു ചെറിയൊരു ഗ്ലാസ്സിന് ഓട്സ് കഴിക്കും. ചിലപ്പോൾ അത് വലിയ ഗ്ലാസ് ആവും വിശപ്പിനനുസരിച്ച്. 8 മണിക്കായ നേരെ വന്നു വിശ്വംഭരൻ്റെ, ഞങ്ങളുടെ അമ്പലം, ആര്യവൈദ്യശാലയിൽ അമ്പലമുണ്ട്. കോട്ടയ്ക്ക് പോവാത്തവരൊക്കെ കാണേണ്ട ഒരു അമ്പലമാണ് കോട്ടയ്ക്കൽ വിശ്വംഭര ക്ഷേത്രം. അവിടെ തൊഴുതു, പ്രദക്ഷിണം വെച്ചു. 8:30 ആകുമ്പോഴേക്ക് തിരിച്ചു വന്നു. ഇഡ്ഡലി, ദോശ ഒന്നും രാവിലെ കഴിക്കില്ല. വീണ്ടും ഒരു ഗ്ലാസ് പാലോ ഓട്സോ കഴിക്കുന്നു. കൃത്യം 9 മണിക്ക് ആശുപത്രിയിൽ റെഡി. എന്താകെ റൗണ്ട്സിന് പോവല്ലേ, കണ്ണടേൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങളോടൊക്കെ ചോദിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ 8 വർഷം പരിചയിച്ച ആളാണ്. പോവാ, നടക്കാം. അന്നൊക്കെ 10-20 വർഷം മുമ്പ് എല്ലാ മുറിയിലും അദ്ദേഹം പോയി കണ്ടിരുന്നു. റൗണ്ട്സ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഡോക്ടേഴ്സുമായിട്ടുള്ള ഡിസ്കഷൻ, അത് കഴിഞ്ഞാൽ OP ഇപ്പോഴാണ്, അടുത്ത കാലത്തായിരുന്നു അദ്ദേഹത്തിന് ലിമിറ്റ് ചെയ്ത് 10-15 അല്ലെങ്കിൽ 25 രോഗികളെവരെയൊക്കെ കാണും. ഒറ്റ രോഗികളെ പറഞ്ഞ് തിരിച്ചയക്കില്ല, എനിക്ക് സമയമില്ല എന്നും പറഞ്ഞിട്ട്. അദ്ദേഹം അവിടെ ഉണ്ടാവും, കണ്ടിരിക്കും. 1:30-2 മണിക്ക് കേരളീയ വിഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഊണ്, അതാണ് മെയിനായിട്ടുള്ള ആഹാരം. താമസിക്കുന്ന സ്ഥലത്ത് പോയി ഒരു 1/4-3/4 മണിക്കൂർ ഒന്ന് കിടക്കും, വിശ്രമം, ഉറക്കമൊന്നുമില്ല. ഒരു കട്ടൻ കാപ്പി കുടിച്ച് നേരെ ഓഫീസിൽ പോകും. 3-3:15 മുതൽക്ക് 5-5:30 വരെ ഓഫീസിൽ ഫയലുകൾ നോക്കുന്നു. ഓർമ്മക്കുറവില്ല, ഒരു പ്രശ്നവുമില്ല. വലിയ വലിയ ആൾക്കാർ വരും, ഡിസ്കഷന്, മീറ്റിങ്ങിന്, ബിസിനസ് സംബന്ധമായത്, അല്ലെങ്കിൽ മറ്റു ഓഫീസർമാർ വരും. എല്ലാവരോടും ശാന്ത മനസ്സോടുകൂടി ചിരിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നു, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. 5-5:30 അദ്ദേഹം പടി കയറി ഇറങ്ങി നേരെ വീട്ടിൽ പോകുന്നു, ഒരു കുളി കഴിക്കുന്നു. വീണ്ടും എന്തെങ്കിലും പാരായണങ്ങൾ അല്ലെങ്കിൽ മെഡിക്കൽ ന്യൂസുകൾ, കാര്യങ്ങൾ, പത്രങ്ങളൊക്കെ വായിക്കുന്നു. 9-9:30 അദ്ദേഹം കിടക്കുന്നു. ഇത്രയും ചിട്ടയായ ഒരു ജീവിതം കൊണ്ട് അദ്ദേഹം കാര്യമായ ഒരു അസുഖവും വന്നിട്ടില്ല. ആദ്യകാലങ്ങളിൽ ആയുർവേദത്തിലൊക്കെ വരുന്നതിന് മുമ്പ് ആദ്യകാലങ്ങളിൽ രാഷ്ട്രീയം കുറേ അനുഭവിച്ച വ്യക്തിയാണ്. EMS മറ്റുള്ള അങ്ങനെയുള്ള വ്യക്തികളുടെ കൂടെയൊക്കെ രാഷ്ട്രീയ ജീവിതം കുറച്ചിട്ടുണ്ടായിട്ടുണ്ട്. ഏറ്റവും ഉയർന്നിരിക്കുന്ന ഓഫീസറോടും ഏറ്റവും താഴ്ന്നിരിക്കുന്ന അറ്റൻഡർ സ്വീപ്പറോടും ഒരേ മനസ്ഥിതിയോടുകൂടി അദ്ദേഹം വർത്തമാനം പറയും. ഒരേ മനസ്ഥിതിയോട്. നീ ഓഫീസറാണ്, മറ്റേയാൾ അറ്റൻഡറാണെന്നുള്ള പുച്ഛമോ ഇതൊന്നുമില്ല. എല്ലാവരോടും തുല്യ മനസ്ഥിതി, ശാന്തമായ മനസ്ഥിതി. ഞങ്ങളൊക്കെ ഇവിടുന്ന് പോകുമ്പം കാണുമ്പോൾ എറണാകുളം ബ്രാഞ്ചിൻ്റെ A to Z കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു തരും. അപ്പം ഞാൻ തൃക്കാക്കരയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ, ഞാനിപ്പോൾ എറണാകുളത്താണ്, എനിക്ക് നിശ്ചയമുണ്ട്, എനിക്കറിയാം തൻ്റെ ഭാര്യ ഇവിടെ ഇപ്പോൾ തൃക്കാക്കരയാണല്ലോ. എല്ലാ കാര്യങ്ങളും പറയും. ഞങ്ങളിവിടെ 5 കൊല്ലം മുമ്പെയാണ് ലിഫ്റ്റ് വന്നത്, അവിടെ മസാജിന് പോകുന്ന അവിടെ. അപ്പോൾ ഞാൻ ലിഫ്റ്റിൻ്റെ കാര്യം അത് നിശ്ചയമുണ്ട്. ലിഫ്റ്റ് എങ്ങനെയാണ് ഇന്ന ആൾക്കാർക്കല്ലേ കൊടുത്തത്, ഇത്ര ലക്ഷം രൂപയ്ക്കല്ലേ കാര്യങ്ങളൊക്കെ ചെയ്ത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അതാ ജീവിത കൃത്യനിഷ്ഠ ശൈലി, അച്ചടക്കം അപാരമാണ്. അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് കണ്ടുകിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാരത ഗവൺമെൻറ് സർക്കാർ അദ്ദേഹത്തിന് പത്മശ്രീയും പത്മഭൂഷണും കൊടുത്തത്. അപാരമായൊരു വ്യക്തിത്വമാണ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ ആത്മകഥാ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ. മനുഷ്യങ്ങളിൽ നമ്മൾ ഇന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള മുത്തുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗംഭീരമാണ് അതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയൊക്കെയുള്ള ആയുർവേദ തത്വങ്ങൾ
ശീലിച്ചാൽ, കൊണ്ടു നടന്നാൽ, മിതമായ ഔഷധ സേവ കൊണ്ട് നമുക്ക് ജീവിതം വലിയ ബുദ്ധിമുട്ടില്ലാതെ കണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം നിങ്ങൾ അലോപ്പതി മരുന്നിന് എഗനിസ്റ്റ് ആണോ? അല്ല, ഞങ്ങൾ ഒരു സിസ്റ്റം ഓഫ് മെഡിസിനും ആയുർവേദം എഗനിസ്റ്റ് അല്ല. ഞങ്ങൾക്കൊരു ശത്രുതാ മനോഭാവമില്ല. നമ്മളെ ഭാരതത്തിൽ ഇന്ന് ആയുർവേദമുണ്ട്. തമിഴ്നാട്ടിൽ പോയാൽ നമുക്ക് സിദ്ധയുണ്ട്. വൈദ്യത്തെ പറ്റി ആർക്കെങ്കിലും അറിയാം? സിദ്ധവൈദ്യം എന്ന് പറയുന്നത് ആയുർവേദം പോലെ തന്നെ വളരെ നല്ല ഒരു മെഡിക്കൽ സിസ്റ്റമാണ്. ആയുർവേദ ഗ്രന്ഥങ്ങളൊക്കെ സംസ്കൃതത്തിൽ എഴുതിയപ്പോൾ സിദ്ധ ഗ്രന്ഥങ്ങളൊക്കെ തമിഴിലാണ് എഴുതിയത്. ശുദ്ധ തമിഴ്, ദ്രാവിഡ തമിഴ്. പിന്നെ യുനാനി വൈദ്യമുണ്ട്, ഉറുദുവിൽ എഴുതിയ. അറബികൾ വഴി നമ്മുടെ നാട്ടിൽ വന്ന യുനാനി വൈദ്യമുണ്ട്. നമ്മുടെ നാട്ടിലും അത്യാവശ്യം യുനാനി വൈദ്യന്മാരുണ്ട്. തമിഴ്നാട് മറ്റേ നോർത്തിലൊക്കെ പോയാൽ ധാരാളം യുനാനി വൈദ്യന്മാരുണ്ട്. നാച്ചുറോപ്പതി യോഗ ഇന്ന് വളർന്നു വരുന്ന ഒരു വൈദ്യശാഖയാണ്. നാച്ചുറോപ്പതി യോഗയ്ക്കൊക്കെ കോഴ്സുകൾ 5.5 വർഷത്തെ ഡിഗ്രി കോഴ്സുകളൊക്കെ നമ്മളെ ഇന്ത്യയിലുണ്ട്. അക്യൂപഞ്ചർ ഉണ്ട്. അങ്ങനെ നിരവധി ഉണ്ട്. ഇതിനോട് ഒന്നിനും ഞങ്ങൾ എഗനിസ്റ്റ് അല്ല. ഒന്നും പാടില്ല എന്ന് ഞങ്ങൾ പറയും. ഏത് സിസ്റ്റമാണ് സമൂഹത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമുള്ളത്, ആ സിസ്റ്റം ആ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ ഏറ്റെടുക്കുക ചെയ്യുക. ശസ്ത്രക്രിയ വേണ്ട നിരവധി കേസുകൾ ഞങ്ങൾ തന്നെ വിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് പറ്റുന്നില്ല, ആയുർവേദം പറ്റില്ല, നിങ്ങൾ ശസ്ത്രക്രിയ ചെയ്തോളൂ, എന്നിട്ട് വരും നോക്കാം. ഇങ്ങനെയുള്ള നിരവധി കാര്യമാണ്. അപ്പോൾ ഒരു സിസ്റ്റത്തിനും ഞങ്ങൾ എഗനിസ്റ്റ് അല്ല. നിങ്ങളിപ്പോൾ അടുത്ത് ചോദിക്കാൻ പോകും, ക്യാൻസറിന് ആയുർവേദ ചികിത്സയുണ്ടാവും. പലരും ചോദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോണു. ക്യാൻസർ എന്നുള്ളത് വലിയൊരു രോഗത്തിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അത് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഒരൊറ്റയടിക്കുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല. തെറ്റായ ജീവിതശൈലി, ആഹാരശൈലി കൊണ്ടാണെന്ന് പ്രശസ്തനായ ക്യാൻസർ വിദഗ്ധൻ പല വേദിയിലും പറഞ്ഞിട്ടുണ്ട്. പല മാഗസിനിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ക്യാൻസറിനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രത്യേക OP കോട്ടക്കലിലുണ്ട്. വലിയൊരു OP ഉണ്ട്. നിങ്ങൾക്ക് ഏത് ദിവസവും അവിടെ പോയിട്ട് ആ OPയിൽ എല്ലാ റിപ്പോർട്ടോട് കൂടിയിട്ട് ഡോക്ടറെ കാണാം. സൗജന്യമായിട്ടും മരുന്ന് കിട്ടും, പൈസ കൊടുത്തിട്ടും മരുന്ന് കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അവിടെ സർജറി മാറ്റാൻ പറ്റുമോ? ഇല്ല. സർജറി ചെയ്യേണ്ട കേസ് സർജറി ചെയ്യണം, റേഡിയേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതിന് ഞങ്ങൾക്ക് പറ്റില്ല, അലോപ്പതിക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ കൃത്യമായ നിരീക്ഷിച്ച് ചർച്ച ചെയ്തിട്ടാണ് അവിടെ മരുന്ന് കൊടുക്കുന്നത്. MBR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാൻസർ, ഡോക്ടർ നാരായണൻകുട്ടി വാര്യരും ഉള്ള സ്ഥാപനം ഞങ്ങളായിട്ട് വളരെയധികം ടൈപ്പിൽ ഒരുപാട് റിസർച്ച് വർക്കുകളൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. ക്യാൻസറിൻ്റെ OP ഞങ്ങളുടെ കോട്ടയം ബ്രാഞ്ചിലും തിരുവനന്തപുരം ബ്രാഞ്ചിലും ഉണ്ട്. എല്ലാ ക്യാൻസറൊന്നും ആയുർവേദം കൊണ്ട് മാറാൻ പറ്റൂല. ചിലർക്ക് സർജറിക്ക് ശേഷം ഉള്ള പ്രശ്നങ്ങൾക്ക് ആയുർവേദം വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. ലൈഫ് സ്പാന് വലിയ കുഴപ്പമില്ലാതെ കണ്ട് ജീവിതചര്യയൊക്കെ അങ്ങോട്ട് കൊണ്ട് നടക്കാൻ ആയുർവേദം വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിൽ, ഭാരതത്തിൽ ക്യാൻസറിന് മാത്രമായിട്ടുള്ള OP ഉള്ളത് നമ്മുടെ കോട്ടക്കൽ ആയുർവേദശാലയിൽ കോട്ടക്കലാണ്. ഞങ്ങളതിന് പ്രത്യേക പല മരുന്നുകളും ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പലതും ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നും ഉണ്ട്. അപ്പം ക്യാൻസർ എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കരുത്. ഈ എറണാകുളത്തുനിന്നും തൃപ്പൂണിത്തുറയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ കോട്ടയ്ക്ക് പോകാറുണ്ട്. എൻ്റെ അടുത്ത് അവർ ഫോളോ അപ്പിനൊക്കെ വരാറുണ്ട്. നിത്യം മരുന്ന് കഴിക്കുന്ന ആൾക്കാർ, ഫ്രീ ആയിട്ട് മേടിക്കുന്നവരുണ്ട്, കാശ് കൊടുത്ത് മേടിക്കുന്നവരും ഉണ്ട്. അപ്പോൾ സമയമായി, ബോറടി കൂടുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മുടെ ജീവിക്കണത് ഔഷധം കഴിക്കാനല്ല, ഔഷധമില്ലാത്ത ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ആയാൽ നമുക്ക് നമ്മുടെ ഡ്യൂട്ടികൾ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ. എന്നും രോഗിയായി കുറേ മരുന്നും കഴിച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പല ആഗ്രഹങ്ങളും നടക്കില്ല. അപ്പോൾ അതിന് ഒരു ചിട്ടയായ ജീവിതശൈലി നമ്മൾ രൂപപ്പെടുത്തുക, ആഹാരശൈലി രൂപപ്പെടുത്തുക, അത് ഫോളോ ചെയ്യുക. നമ്മൾ ദൈവികമായ ആധ്യാത്മിക കാര്യങ്ങൾ ഇടപെട്ട് നമ്മുടെ മനസ്സിനൊരു ശാന്തത വരുത്തുക. അങ്ങനെയൊക്കെ ആയാൽ നമുക്കൊരു പരിധി വരെ നല്ല ആരോഗ്യം കിട്ടും. ബുദ്ധിമുട്ടില്ലാതെ കണ്ട് അദ്ദേഹം വിളിക്കുന്ന സമയത്ത് പോവാം. ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്തെങ്കിലും ചില്ലറ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചാൽ ഉത്തരം പറയാം. സമയം ഒരുപാടായിപ്പോയി. ഓക്കെ, താങ്ക് യു.